സ്തോത്രം. സ്നേഹതണ്ണകൾ പ്രിയമുള്ളവർ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ ദീർഘവർഷത്തെ കർത്താവിൻ്റെ വേലയിൽ, അതുപോലെ തന്നെ ഒത്തിരി ജീവിതാനുഭവങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രിയപ്പെട്ട പാസ്റ്ററുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, നമുക്ക് നമ്മുടെ ആസാദിയുടെ ചാനൽ ഒരിക്കൽ കൊണ്ടുവരണം. ഇപ്പോഴാണ് ഇതിന് സാവകാശം ലഭിച്ചത്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസന് വേണ്ടി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ ബലം, വിശ്വാസവർദ്ധനൊക്കെ കാരണമായി തീരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം മുറ്റുമായി സമർപ്പിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നവനാണല്ലോ, അതോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സഹായിച്ചാട്ടപ്പ, ശക്തീകരിച്ചാട്ടപ്പ, തുടർന്നുള്ള ശുശ്രൂഷകളെ മാനിച്ചാട്ട് അനേകർക്ക് ഈ വീഡിയോ അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെട്ടും സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ, വിടുതൽ കൽപ്പിച്ചാക്കിയിരിക്കൽ സ്തോത്രം. സകലമാന മുഖത്തോടത്തെ കടപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തതയുള്ളൊരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അമേരിക്കയിൽ ഡാളസിൽ നിന്ന് പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സീനിയറായിട്ടുള്ളൊരു പാസ്റ്ററാണ്. വളരെ സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററിനെ ഞങ്ങൾ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. എനിക്കൊന്ന് ഒത്തിരി നാളായിട്ട് നമ്മൾ പരിചയക്കാരാണ്, ആസാദി വഴി, പിന്നെ നേരിട്ടും ഒക്കെ അല്ലേ? അതെ അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്കൊത്തിരി സന്തോഷമുണ്ട് പ്രിയപ്പെട്ട പാസ്റ്റർ ഇങ്ങനെ ഒരു സെഷനിൽ വന്നതിൽ. കാരണം പല കാര്യത്തിലും പാസ്റ്റർ എനിക്ക് നല്ല നല്ല സജഷൻസ് തരികയും നല്ല നല്ല അഡ്വൈസ് ചെയ്യുകയും ഒക്കെ പല സമയങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനൊരു കാര്യം പഠിച്ചത്, അതായത് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്നൊരു വാക്യം ഞാൻ എവിടെയോ സംസാരിച്ചത് കേട്ടിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടു. അതെനിക്കൊരു തിരിച്ചറിവായിരുന്നു കേട്ടോ. നമ്മൾ പലപ്പോഴും ഇന്ന് വരെ പ്രസംഗിക്കുന്ന പല പ്രസംഗങ്ങളും എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയേണ്ടി വരും. കാരണം പഠിക്കുമ്പോഴല്ലേ അറിയുന്നത് നമ്മൾ പറയുന്നത് തെറ്റാണെന്ന്. അങ്ങനെ പാസ്റ്ററിൽ നിന്ന് അത് ഞാൻ പഠിച്ചത് ഓർക്കുന്നു. ദീർഘവർഷങ്ങളായിട്ട് അല്ലേ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അനുഭവമാണ്. എത്ര വർഷമായി വചന പഠനം തുടങ്ങിയിട്ട്? വചനപഠനം ബേസിക്കലായിട്ട് തുടങ്ങിയത് എൻ്റെ 10 വയസ്സായപ്പോൾ മുതൽ തുടങ്ങിയതാണ്. അത് ശരി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് മുഖേന. ഓക്കെ. ആ സമയത്ത് കേരളത്തിൽ വെച്ച് അന്ന് ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിന് ജോയിൻ ചെയ്ത് തുടങ്ങിയതാണ്. അതെ അതെ, ജീവപ്രകാശം, ഈ നവജീവോദയത്തിന്റെ ജീവപ്രകാശം തിരുവല്ല. അത് ശരി. അതാണ് ആദ്യമായിട്ട് പഠിച്ച ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ്. ശരി. അവിടെ നിന്ന് പിന്നീട് അമേരിക്കയിലും ഒക്കെ എത്തി അല്ലേ? അതെ അതെ അതെ, ദൈവവചനം പഠിക്കാനിടയായി തീർന്നു. പഠിക്കാനിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു ജീവിതാനുഭവം അല്ലേ? കർത്താവ് കൊണ്ടുവന്നതും അങ്ങനെയുള്ള അഡ്മിഷൻസ് കിട്ടിയതും. അതെ അതെ, എല്ലാം ഒരുപാട്, എല്ലാത്തിലും ഒരു സൂപ്പർ നാച്ചുറൽ എലിമെന്റ് ഇതിനകത്തുണ്ടായിരുന്നു എന്ന് എൻ്റെ ജീവിതം മൊത്തമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെ അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നമുക്ക് ആ സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങൾ കേൾക്കാം. അതിനു മുമ്പേ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുക. നാടും വീടും ഒക്കെ, നാട്ടിലെവിടെയാണ്, കുടുംബ പശ്ചാത്തലം, മാതാപിതാക്കൾ, പാസ്റ്ററുടെ കുടുംബം, ഇങ്ങനെയുള്ള ചെറിയ ഇൻഫർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനത് പരിചയപ്പെടാൻ അനുഗ്രഹമായിരിക്കും. എനിക്ക് കുറച്ചൊക്കെ അറിയാമെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. ഓക്കെ, എൻ്റെ പേര് പാസ്റ്റർ ഫിനി യോഹന്നാൻ പരിചയപ്പെടുത്തിയതുപോലെ ജോർജ് വർഗീസ് എന്നാണ്. പാസ്റ്റർ ഫിനി യോഹന്നാൻ എനിക്ക് വളരെ ഇൻസ്പയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മിനിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസും മിനിസ്ട്രിയെക്കുറിച്ചുള്ളതായ പാഷനും അത് മുഖാന്തരം അനേകരുടെ സാക്ഷ്യവും മറ്റും എൻ്റെ ജീവിതത്തിലും എനിക്ക് ഉത്തേജനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ ഫിനി യോഹന്നാനും ഫാമിലിക്കും മിനിസ്ട്രിക്കും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ ഇന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ആളുകൾക്ക് എൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയേ ഉള്ളൂ. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളതായ ഒരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ പറയാനുള്ളത്. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത്
അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഇളംപള്ളി എന്ന് പറയും. അടൂർ നിന്ന് ഒരു 10 കിലോമീറ്റർ ഒന്നുകിൽ പഴവളം വഴി പോകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നെല്ലിമുകളിൽ ചെന്നിട്ട് ഇതിനിടയ്ക്ക് ബന്ധിക്കുന്ന ഒരു കുഗ്രാമമാണ്. ഞങ്ങളുടെ അമ്മച്ചി പറയാറുണ്ട്, ഈ കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന് മീതെ പറക്കാൻ മുഖം. അതുകൊണ്ട് ഞാൻ സാധാരണ ഇളംപള്ളി പ്രദേശത്തെ കാണുന്ന ഒരു ചെറിയൊരു കുഴിയായിട്ടാണ്. കാരണം അവിടെ അധികമായിട്ട് കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ്. അവിടെ ഒരു യാഥാസ്ഥിതിക മാർത്തോമ ഫാമിലിയാണ് എൻ്റെ പേരൻസ്. ഫാദറ് ഏനാത്തുകാരനാണ്. ഏനാത്ത് നിന്ന് അടൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ അന്ന് എന്ത് ഏത് കാലയളവാന്ന് ഓർക്കുന്നില്ല, അവിടുന്ന് ESLC പാസ്സായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കാലയളവിൽ മിലിറ്ററി ചേർന്ന് കഴിഞ്ഞതിന് ശേഷം സാധാരണ മിലിറ്ററിക്കാർ പോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ കൂട്ട് ഉള്ളതായ കള്ളുകുപ്പിയും ബീഡിയും സിഗരറ്റും ഇതൊന്നും കൊണ്ടുവരാതെ കൊണ്ട് പുള്ളിക്കാരൻ വന്നായ സന്ദർഭത്തിൽ കുറച്ച് വേദപുസ്തകത്തിൻ്റെ കുറച്ച് പടങ്ങൾ, ഫോട്ടോകളും, അങ്ങനെ മാർത്തോമയുടെ വളരെ വേദപുസ്തക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞങ്ങൾ വളർന്നു വന്നതും അതുപോലുള്ളൊരു ഫാമിലിയാണ്. അമ്മച്ചി, എൻ്റെ മാതാവ് അമ്മച്ചി എന്നെയാണ് വിളിക്കുന്നത്. പുള്ളിക്കാരത്തെ ഒരു ഹൗസ് വൈഫാണ്. അമ്മച്ചിയുടെ ഫാദറാണെങ്കിൽ എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ ഫാദറിനെ കുറിച്ച് എനിക്ക് അധികം അറിയത്തില്ല. അമ്മച്ചിയുടെ ഫാദർ വളരെ മാർത്തമായ ഒരു മനുഷ്യനായിരുന്നു. മരിക്കുമ്പോൾ തന്നെ തൻ്റെ മക്കളെയെല്ലാം വിളിച്ച് അനുഗ്രഹിച്ച് ഒരു മോളെടുക്ക് പറഞ്ഞു വേദപുസ്തകം വായിക്കാനായിട്ട് പറഞ്ഞു. കെട്ടിക്കിടന്നതിന് ശേഷം യേശുവേ നിൻ്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് മരിക്കുന്നവരെ സമയത്ത് അങ്ങനെയാണ് മരിച്ചത്. അങ്ങനെ ഒരു ഭക്തി ഉള്ളതായ ഒരു കുടുംബത്തിലാണ് വളർന്നു വന്നത്. ഞങ്ങളുടെ വീട്ടിൽ 5 മക്കളാണ് മാതാപിതാക്കന്മാർക്കുള്ളത്. അതിൽ ഏറ്റവും നടുക്കത്തെയാണ് ഞാൻ. മൂത്ത ഒരു മൂത്ത ബ്രദർ. ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഫാമിലിയാണ്. ടീച്ചേഴ്സ് ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ടീച്ചറായിരുന്നു, ഗ്രാൻഡ് ഫാദർ ടീച്ചറായിരുന്നു, എൻ്റെ ഫാദർ ടീച്ചറായിരുന്നു, എൻ്റെ സിസ്റ്റർ ടീച്ചറായിരുന്നു, എൻ്റെ ബ്രദർ ടീച്ചറായിരുന്നു. അപ്പം എനിക്കും സാധാരണമായിട്ടൊരു ടീച്ചറാകണമെന്നുള്ളൊരു സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വാക്യം, 2 വാക്യങ്ങൾ ഞാൻ വായിച്ചതിന് ശേഷം യിരെമ്യാപ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അയ്യോ കർത്താവായ യഹോവയായ കർത്താവെ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. അതിന് 32-ാമത്തെ 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നൊരു മറുപടിയുണ്ട്. ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു മറുപടി, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇപ്പം ഇത് വായിക്കുന്ന സന്ദർഭങ്ങളിൽ എന്നോട് ചോദിക്കുന്ന ഒരു സംഗതിയാണ്, എനിക്ക് കഴിയാത്തതായ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന വേളയിൽ ഞാൻ പറയാറുണ്ട്, കർത്താവെ അങ്ങേക്ക് കഴിയാത്തതായ യാതൊരു കാര്യമില്ല. അപ്പം ഈ അസാധ്യമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടെ നടക്കണം. കാരണം ഇളംപള്ളി പ്രദേശത്ത് വലിയ കാര്യങ്ങൾ സ്വപ്നമൊന്നും കാണാനൊക്കത്തില്ല. അവിടുന്ന് ചർച്ചുകൾ ആണെങ്കിൽ ഒരു മാർത്തോമ പള്ളി, അതൊരു മലയുടെ മണ്ടയ്ക്കാണ് പള്ളി ഉള്ളത്. അവിടെ ചുരുങ്ങിയ ആളുകളെ ഉള്ളൂ, കുറച്ച് ഫാമിലീസേ ഉള്ളൂ, കുഗ്രാമമാണല്ലോ. ഹിന്ദുസിൻ്റെ 1-2 അമ്പലമുണ്ട്, പിന്നെ റീത്തുകാരുടെ ഒരു പള്ളിയുണ്ട്, പെന്തക്കോസ്തുകാരുടെ ഒരു ആരാധന സ്ഥലമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഞങ്ങളുടെ പ്രദേശത്ത്. അവിടെ ഉള്ള ആൾക്കാരെല്ലാവരോടും വന്നു കഴിഞ്ഞാലും വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ, ഗ്രാമപ്രദേശമാണല്ലോ. അപ്പം 50കളിൽ എനിക്ക് 74 വയസ്സ് പ്രായമുണ്ട്, 51-ലാണ്. അപ്പം 50-ലെ ഈ കാര്യം പറയുന്ന സന്ദർഭത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 47 കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ വളരെ ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്നൊരു സന്ദർഭമാണ്. ആ കാലയളവിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ അപ്പച്ചൻ സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് തന്നെ പഠിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പം 5-ാമത്തെ വയസ്സായ സന്ദർഭത്തിൽ, അന്ന് ഈ EMSൻ്റെ മന്ത്രിസഭ വന്ന സന്ദർഭത്തിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. താനൊരു നിയമം ഉണ്ടാക്കി, 5 വയസ്സുള്ളൊരു കുട്ടിക്ക് ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം, അതിന് തലേ വർഷത്തിലെ ക്ലാസ്സുകൾ ഫൈനൽ എക്സാമിനേഷൻ പാസ്സാകണം എന്നുള്ള നിബന്ധനയാണ്. അപ്പോൾ എനിക്ക് 1-ാം ക്ലാസ് ഞാൻ പഠിച്ചിട്ടില്ല, 1ൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഫൈനൽ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്. 2-ാം ക്ലാസ് മുതലാണ് എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. എനിക്ക് അപ്പച്ചന്, എൻ്റെ ഫാദർ എനിക്ക് ചെയ്തിട്ടുള്ളതായ വലിയ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പ കാലയളവിൽ മുതൽ എൻ്റെ കൂടെ ബെഡിൽ വന്ന് മുട്ടുകുത്തിയതിന് ശേഷം കഥ പറയുമായിരുന്നു. കഥ പറയുന്നതെല്ലാം
ശത്രുഘ്നെയും മേശകനെയും അഭേന്ദ്രകുമാരനെ തീയിൽ നിന്ന് വിടുവിച്ചത്, ദാവീദിൻ്റെ ഇതുപോലുള്ള കഥകളെല്ലാം എനിക്ക് എൻ്റെ ലെവലിൽ മനസ്സിലാകത്തക്ക നിലയിൽ പറഞ്ഞു തരുമായിരുന്നു. അപ്പം എനിക്കിതെല്ലാം കേൾക്കുന്ന ഉത്സാഹമായിരുന്നെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ഒരു മറുവശം ചിന്തിച്ച് ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പം ഈ കഥയെല്ലാം അന്ന് ദൈവം നടക്കുന്നതാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് നടന്നുകൂടാ? ദൈവം എന്നോട് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? ദൈവം എനിക്ക് വേണ്ടി എന്തുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചുകൂടാ? ഇത് എപ്പോഴും പല ചോദ്യങ്ങളും ഈ വേണ്ടാത്ത എന്തിനെന്ന് ചോദിക്കത്തില്ല ഞാനെന്നുള്ള ഒരു പരിപാടി എനിക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാകണം, ഒരു വിശകലനമായിട്ടുള്ള ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന സന്ദർഭം ഈ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ അപ്പച്ചനിൽ നിന്ന്, എൻ്റെ പിതാവിൽ നിന്ന് നല്ല കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അരുതാത്ത കാര്യങ്ങൾ ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. അരുതാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ വലിയ മുൻകോപിയാണ്, വലിയ മിൽക്രിച്ചട്ടക്കാരനാണ്. പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് 5 മണി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് താമസിച്ചാൽ ലേറ്റ് ആണെന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ 29 വർഷക്കാലം സ്കൂളിൽ ടീച്ചറായിരുന്നിട്ട് ഒരൊറ്റ ദിവസം പോലും സ്കൂളിൽ താമസിച്ച് പോയിട്ടില്ലെന്നുള്ളതാണ്. ഒരു ദിവസം അവിടെ ക്യാമ്പസിൽ ചെന്ന സന്ദർഭത്തിൽ ഫസ്റ്റ് ബെല്ലടിച്ചപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞു, സാറേ ഞാൻ ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ അവധി എടുത്ത് ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ വീട്ടിൽ പോവുകയാണ്, ഉച്ച കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. സാറേ അത് പാടില്ല, സാറ് പഠിപ്പിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗവൺമെൻറ് ശമ്പളം വാങ്ങിക്കുന്ന സമയത്തിന് വരിക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള കൃത്യനിഷ്ഠയാണ്. എല്ലാ കാര്യങ്ങൾക്കും പുള്ളിക്കാരന് ആ കൃത്യനിഷ്ഠയാണ്. വീട്ടിൽ പുകവലി പാടില്ല, മദ്യപാനം സമ്മതിക്കത്തില്ല, വീട്ടിലാരും കൈനോട്ടക്കാരോ അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ കാലുകുത്താൻ പോലും സമ്മതിക്കത്തില്ല, ആരെങ്കിലും മുറുക്കുന്നവരുണ്ടെങ്കിൽ വീട്ടിന് മുറ്റത്തോ എങ്ങും പോലും തുപ്പാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പം ഓർത്തോണം എന്തെല്ലാം ഡിസിപ്ലിനാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം അപ്പച്ചന് പ്രസാദിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടോടെയാണ്. അപ്പച്ചൻ പറയുന്നതായ എത്ര ശ്രമിച്ചാലും അപ്പച്ചൻ്റെ ലെവൽ വരത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ചർച്ചിലാണെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങൾക്കും എന്നെ കൂടെ കൊണ്ടുപോകാത്തൊരു ചർച്ചിൻ്റെ പ്രോഗ്രാംസ് ഒന്നുമില്ല. മറ്റേ മൂത്തവരെ കൊണ്ടുപോകത്തില്ലെന്നല്ല പറഞ്ഞ്, ഞാനായിരിക്കും അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ചെറുപ്രായത്തിൽ ഈ വയലും മലയും എല്ലാം കടന്ന് ഈ മാർത്തോമ ചർച്ചിൽ അവിടെ ചെല്ലുന്ന വേളയിൽ അവിടെ ആരും കാണത്തില്ല, ഞാനും അപ്പച്ചനും മാത്രമേ കാണത്തുള്ളൂ. അപ്പച്ചൻ പറയും, ഇവിടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്, നമ്മൾ എങ്ങനെയാണെങ്കിലും ഇത് ക്ലീനപ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ദൈവത്തിന് വന്ന് ആരാധിക്കത്തക്ക നിലയിലാകണം എന്ന് പറഞ്ഞ് ആ പ്രാവിൻ്റെ കാഷ്ടം, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, ആ പ്രാവിൻ്റെ കാഷ്ടമല്ല അപ്പച്ചന് കുറ്റിച്ചൂരുകൊണ്ട് തൂത്തുവാരിന് ശേഷം പുൽപ്പായൊക്കെ ഇട്ട് നിരപ്പാക്കിയതിന് ശേഷം ഒരുങ്ങി നിൽക്കും. ഞാൻ ചോദിക്കും, കപ്പ്യാർ ഒരാളുണ്ടല്ലോ, അയാൾ വരട്ടെ, അയാളെ നോക്കിക്കൊണ്ടിരുന്ന ആ കാര്യം നടക്കത്തില്ലേ? ഞാനാണ് ഇവിടെ സൺഡേ ക്ലാസ് പഠിപ്പിക്കേണ്ടത്, അതിനുവേണ്ടി ഒരുക്കണം. അപ്പോൾ ഈ ഒരു തീഷ്ണത ചെറുപ്രായം മുതലേ എന്നിലും അത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ളതായ തീഷ്ണത എനിക്ക് 2ാം സ്ഥാനം ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല. അപ്പം അവിടെ ആയിരുന്ന വേളയിൽ എന്നെ ഷോക്ക് ചെയ്ത ഒരു സംഭവം വേറെ ഉണ്ടായിട്ടുണ്ട്. ഈ 5 മക്കൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം വേറൊരു മോനൂടെ ഉണ്ടായി. ആ മോന് ഇളയ അനിയനുണ്ടായി കഴിഞ്ഞ് 38 ദിവസം പ്രായമായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞ് മരിച്ചുപോയി. ആ കുഞ്ഞിനെ മാമോദിസ മുക്കിയതല്ലാത്ത കാരണത്താൽ പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കാൻ സമ്മതിച്ചില്ല. അച്ഛൻ അവിടെ വന്ന് നേരത്തെ പ്രാർത്ഥിച്ച് 5 ആഴ്ച കുടിക്കുന്നതിന് അച്ഛൻ വരത്തുള്ളൂ. കാരണം ആളുകൾ അധികം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട്. വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ എരുത്തിലിൻ്റെ പുറവശത്ത് ഒരു കുഴി കുഴിച്ച് സാധാരണ മൃഗങ്ങളെ കുഴിച്ചിടുന്നതിൻ്റെ കൂട്ട് ആ കുഞ്ഞിനെ അടക്കുന്നത് ഞാൻ കണ്ടത് എൻ്റെ ചെറുപ്രായത്തിൽ 8-9 വയസ്സായ സന്ദർഭത്തിൽ. ഇത് എന്നെ വളരെ ഷോക്കാക്കിയിട്ടുണ്ട്. ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, പള്ളിയിൽ കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ അടക്കിയാൽ അവർ മരിച്ചാൽ പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കും. എൻ്റെ അനുജനെ 38 വയസ്സുള്ള കുഞ്ഞിനെ മാമോദിസ മുക്കിയില്ല എന്നുള്ള കാരണത്താൽ അവിടെ കുഴിച്ചിടുന്നതിൻ്റെ കാര്യം എന്താ എന്ന് ഞാൻ വളരെ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു ഷോക്ക് അനുജന് എന്ത് പ്രായമുണ്ടായിരുന്നു? 38 ദിവസങ്ങൾ മാത്രം. 38 ദിവസം. ഓക്കെ. അതിനുശേഷം പിന്നെ കുഞ്ഞുങ്ങളൊന്നും ജനിച്ചിട്ടില്ല. അതെ. അപ്പോൾ പല കാര്യങ്ങളും മാമോദിസയ്ക്കുള്ളൊരു സമയമായില്ലല്ലേ? മാമോദിസ അന്നേരം അപ്പച്ചന് ഇത്ര ദിവസത്തിനുള്ളിൽ മാമോദിസ മുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ആദർശം ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ചെറുപ്രായത്തിൽ മാമോദിസ മുക്കിയിട്ടുള്ളതാണ്. ശരി. മാമോദിസ മുക്കുകയല്ല, മാമോദിസ തളിച്ചിട്ടുണ്ട്. ശരി, കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ അതെനിക്കൊരു ഷോക്കായിരുന്നു. അങ്ങനെ മാർത്തോമായിൽ എനിക്ക് ഒരു താല്പര്യമുള്ള സംഗതി ഉണ്ടായിരുന്നു.
മാർത്തോമയിലെ അച്ഛന്മാരുടെ വർണ്ണശബളമായിട്ടുള്ള കുപ്പായവും മറ്റും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് അതുപോലൊരു അച്ഛനാകണമെന്ന് എനിക്കൊരു താല്പര്യം ചെറുപ്രായത്തിലുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു ക്രമാനുഗതമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. 58-59 ആയപ്പോൾ മാർത്തോമാ സഭയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി ഉപദേശപരമായിട്ടുള്ള സംബന്ധത്തിൽ. അന്ന് മാർത്തോമായിൽ യൂഹാന മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി അന്ന് ഒരു പുതിയ ഒരു ലിബറൽ തിയോളജി, വേദപുസ്തകം 66 പുസ്തകം മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായത്, അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ അത് ഈ ഞങ്ങളുടെ വീട്ടിൽ മലങ്കര സഭാധാരം വരുത്തുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെറുപ്രായത് മതി ഇതെല്ലാം വായിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്കറിയാം, സഭയുടെ ചരിത്രമെല്ലാം അറിയാം. അന്നാണ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഉണ്ടായത്. അപ്പോൾ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് കാരണത്താൽ അപ്പച്ചനും മറ്റും അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനായി തീർന്നു. ഇവാഞ്ചലിക്കൽ ചർച്ചുമായിട്ട് ബന്ധത്തിൽ വന്നു. അപ്പം നേരത്തെ തന്നെ അവിടെ ചർച്ചിൽ വരുന്ന വേളയിൽ നല്ല അച്ഛന്മാരൊന്നും വലിയ ഉണർവിൻ്റെ പ്രശ്നമൊന്നും പ്രസംഗിക്കാറില്ല. ഉപദേശന്മാരുണ്ട്, ചില അവർ പ്രസംഗിക്കുന്ന സന്ദർഭം കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. അപ്പം ഈ എല്ലാ വർഷവും അവിടെ വരുന്ന വേളയിൽ എല്ലാ വർഷവും ഹൃദയം കൊടുക്കാനായിട്ട് ഒരു വ്യക്തികളും ഉണ്ടായിരിക്കും ഞാൻ. അപ്പോൾ എന്തോ ഈ ഹൃദയം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെന്തോ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ ആരും പഠിപ്പിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നീട് എനിക്കുള്ളതായ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് മുഖേന ഉള്ള പഠനം മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ അന്നേ കാലയളവിൽ 1970 വരെ ഇന്ത്യയിൽ ഉള്ളതായ സകല ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ജീവപ്രകാശം മലയാളത്തിൽ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചെയ്തിട്ടുണ്ട്. യു സെർച്ച് യു ഫൈൻഡ് ഇറ്റ്, സത്യവചനങ്ങൾ, ഓൾ ഇന്ത്യ പ്രേയർ ഫെലോഷിപ്പ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, സദേൺ ഏഷ്യ ബൈബിൾ കോളേജിൻ്റെ, പിന്നെ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ നെയിം ഇറ്റ് ഐ ഹാവ് കംപ്ലീറ്റ്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഉപദേശങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏത് നിലയിലുള്ളതായ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളതായ ഒരു അറിവില്ലായിരുന്നു. വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചന് പെന്തക്കോസ്തുകാരോട് അല്പം ഒരു അകൽച്ചയുണ്ട്. പെന്തക്കോസ്തുകാരുടെ ഉപദേശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമുണ്ട്. അകൽച്ച ഉണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെന്തക്കോസ്റ്റ് ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. അതിൽ ഈ 3 യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്ന ദയോത്രിഫോസ് എന്ന് പറഞ്ഞൊരു പ്രധാനിയാകാനിരിക്കുന്ന ഒരു മനുഷ്യന്, അതുപോലുള്ളൊരു മനുഷ്യന് അസഭയ്ക്കകത്തുണ്ട്. അയാൾ വരുന്ന പാസ്റ്റർമാർക്കെല്ലാം പാരയാണ്. അതുകൊണ്ട് ഈ അന്നത്തെ കാലയളവിൽ പാസ്റ്റേഴ്സും മറ്റും നടന്ന് ആ വില്ലേജുകളിൽ വരുന്ന വേളയിൽ അപ്പച്ചന് അറിയാം, ഈ പാസ്റ്റേഴ്സിനെ കണ്ടാൽ അറിയാം, നീണ്ടമുള്ള ജൂബായിട്ടുണ്ട് വരുന്ന അവർ എവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കും. അവർക്ക് പോകാൻ നേരത്ത് അല്പം പൈസയും കൊടുത്തേ വിടത്തുള്ളൂ. പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഡിസിപ്ലിനെ ഞാൻ പഠിച്ചത്, അപ്പച്ചന് എവിടുന്നോ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് ഉള്ളതായ കാര്യങ്ങൾ അപ്പച്ചൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ദശാംശം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പച്ചൻ പറയും, എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും, ഒരൊറ്റ എടുത്ത് പോലും ഡൊണേഷനോ കൈക്കൂലിയോ കൊടുത്ത് ഞാൻ ജോലി വാങ്ങിക്കത്തില്ല, അല്ലാതെ കിട്ടുന്ന ജോലി മതി. ഇതൊക്കെ അപ്പച്ചൻ്റെ ഒരു ചൊല്ലലാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതൊരു അഹങ്കാരത്തിൻ്റെ ഒരു ചൊല്ലല്ലേ. അപ്പം 3 പേരും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ TTC കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും വീട്ടിൽ ഇരുന്നിട്ടില്ല. അന്ന് തന്നെ അവിടുത്തെ മലബാറിലാണെങ്കിലും ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് കിട്ടി. എൻ്റെ മൂത്ത സഹോദരിയാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്, എൻ്റെ മൂത്ത സഹോദരിയാണെങ്കിൽ അവർ ഗവൺമെൻറ് അംഗീകാരം പോലും ഇല്ലാത്തൊരു ഹിന്ദി കോളേജിൽ അത് പഠിച്ചു, ഒരു ഹിന്ദി പ്രോഗ്രാം പഠിച്ചു. പുള്ളിക്കാരത്തിയുടെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെൻറ് അംഗീകരിച്ചു. 19 വയസ്സായപ്പോൾ ഹൈസ്കൂളിലെ ടീച്ചറായിട്ട് പുള്ളിക്കാരത്തി കത്തോലിക്ക സ്കൂളിൽ ജോലി കിട്ടുന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ എനിക്കാണ്, എൻ്റെ ചരിത്രം പിന്നീട് ഞാൻ പറഞ്ഞു വരാം. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പച്ചന് പറയാറുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം എൻ്റെ കാര്യം അതുപോലെ ടേക്ക് കെയർ ചെയ്യുമെന്ന്. ഞാൻ വിചാരിച്ചു എത്ര അന്വർത്ഥമായിട്ടുള്ള സംഗതിയാണ്. ഞാൻ ഇങ്ങനെ വളർന്നു വരുന്ന വേളയിൽ ഇവിടെയൊക്കെ സ്കിപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പഠനം 13 വയസ്സായപ്പോൾ ഞാൻ ഹൈസ്കൂളിൽ വന്ന് ക്ലാസ്സിലൊന്നും തോറ്റിട്ടില്ല, അല്ലെങ്കിൽ എബവ് ആവറേജ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലാതെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കുള്ള ഒരു കുഴപ്പം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ആം ഒരു ഇൻട്രോവേർട്ട്. ഞാൻ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അന്തർമുഖി എന്ന് പറയും. എനിക്ക് യോജിക്കാത്ത ആളുകളുമായിട്ട് ഞങ്ങൾ കൂട്ടുകെട്ടില്ല.
ഇപ്പോൾ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരും കള്ളു കുടിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ സത്യം പറയുന്നത് അവരുമായിട്ട് കൂട്ടിയിട്ട് പോലും പാടില്ല. അപ്പം ഞാൻ ഞങ്ങളുടെ നാട്ടിലും അധികം ആളുകളില്ല. പോകുന്ന സന്ദർഭത്തിൽ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഹിന്ദു മാത്രമേ ഉള്ളൂ. അത് ഒരു സാറിൻ്റെ ഒരു ടീച്ചറിൻ്റെ മകനാണ്. അപ്പം ഹൈസ്കൂളിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ടി വന്നു. കാരണം 13 വയസ്സിൽ ഹൈസ്കൂളിൽ വന്നു. 14-ാമത്തെ വയസ്സിൽ അന്ന് കോളേജിൽ പോയി കഴിഞ്ഞാൽ കാഷ്വൽ സ്റ്റുഡൻ്റായിട്ട് പോയി പഠിക്കണം. ഒരു വർഷം കൂടെ, പ്രീ ഡിഗ്രിക്ക് 2 വർഷം ഉള്ളത് 3 വർഷം പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാൻ വിചാരിച്ചു ഒരു വർഷം കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാവും അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് തന്നെ കോളേജ് വിടുന്നത് ഞങ്ങളായ. കാരണം വീട്ടിൽ അപ്പച്ചൻ്റെ ഒരു പ്രമാണമുണ്ട്, ഇതൊന്നും കടം വാങ്ങിയതില്ല, ഉള്ള വരുമാനം അനുസരിച്ച് ജീവിച്ചോണം. ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോയിട്ടില്ല. എന്നാൽ വലിയ സമൃദ്ധി എന്ന് പറയാനായിട്ടൊന്നുമില്ല. 2 ജോഡി തുണികൾ മാത്രമുണ്ട്. അത് അപ്പച്ചൻ പറയും, ഒരെണ്ണം കഴുകി ഉണക്കാനിട്ടതിന് ശേഷം മറ്റേതിട്ടുണ്ട് പോകാവൂ, അല്ലെങ്കിൽ നീ 2 തുണിയില്ലാതെ നടക്കേണ്ടി വരും എന്ന് പറയും. അപ്പം കാല് ഇടാനുള്ളതായ ഷൂസ് അങ്ങനെ വാങ്ങിക്കാൻ, അന്ന് ഈ ചെരുപ്പ് വാങ്ങിയെന്ന് പറയുന്നത് ലക്ഷറി ആയിട്ടാണ് ആളുകൾ കാണുന്നത്. കാരണം ഇന്ത്യ മൊത്തമായിട്ട് വലിയൊരു ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന കാലയളവാണ്. ഒരിക്കൽ പോലും ഞാൻ ദാരിദ്ര്യമാണെന്ന് ഒരിക്കൽ പോലും വീട്ടിൽ ഭക്ഷണമില്ലാതെ നിന്നിട്ടില്ല. ഒരിക്കൽ പോലും ഒരു കീറിയ തുണി കൊടുത്തുകൊണ്ട് പോയിട്ട് വന്നിട്ടില്ല. ദൈവം അത്ഭുതകരമായിട്ട് നടന്നു. കാരണം എനിക്കറിയാം, അപ്പച്ചൻ്റെ ഒരു വീട്ടിലുള്ള ഒരു ടിന്നുണ്ട്. ആ ടിൻ്റെ അകത്ത് 10-1 യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞ് ആ ടിന്നകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് അപ്പച്ചൻ്റെ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. 40-100 സ്കെയിലാണ് അന്നത്തെ ശമ്പളം. അതിൻ്റെ വരുമാനത്തിൻ്റെ ദശാംശം മാത്രമല്ല, വീട്ടിലുണ്ടാകുന്ന തേങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും എല്ലാത്തിൻ്റെയും വരവ് എന്തുമാത്രമാണെന്ന് കണക്കാക്കി അതിൻ്റെയും കൂടെ ദശാംശം മാറ്റി വെച്ചിട്ടേ പുള്ളിക്കാരൻ ചിലവഴിക്കത്തുള്ളൂ. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും ആവശ്യത്തിനുള്ളതായ കാര്യങ്ങൾ വീട്ടിൽ ദൈവം നൽകി തന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ ഞങ്ങളുടെ അടുത്ത് വരുന്ന ഞങ്ങളുടെ ഇളമ്പള്ളി വരുന്നതായ പാസ്റ്റർമാർക്ക് ഒരു ആശ്വാസം ഞങ്ങളുടെ ഭവനമായിരുന്നു. കാരണം അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കും, എന്തെങ്കിലും അവർക്ക് യാത്രയ്ക്കുള്ളതായ പൈസ കൊടുക്കും. അപ്പം അങ്ങനെ സന്ദർഭത്തിൽ ഈ ചർച്ചിൽ ഈ ദേവത്രഫേസ് എന്ന് പറഞ്ഞ പേരല്ല, ഞാൻ അങ്ങ് പറയുന്നതേ ഉള്ള ആളുടെ പേര് പറയുന്നില്ല. അവിടെ ഒരു ചെറിയ ഒരു ആശയപശം. അപ്പം പാസ്റ്റർമാർ വന്നാൽ പുള്ളിക്കാരൻ മാനിക്കത്തില്ല. അപ്പം അപ്പച്ചന് മനസ്സിലായി ഈ ദേവത്രഫേസിൻ്റെ കുഴപ്പമാണല്ലോ. അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മാർത്തമക്കാരനാണ്, പക്ഷേ 10 സെൻറ്റ് സ്ഥലം റോഡ് സൈഡിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്ഥലം ഞാൻ തരാം. പിന്നെ അവിടെ ഷെഡ് പണിയാനുള്ളതായ ചിലവും ഞാൻ തരാം, അതിനുള്ളതായ മുളയും പോലെ എല്ലാം ഞാൻ തരാം, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളെന്ന് പറഞ്ഞ്. സാധാരണഗതിയിൽ ഒരു സഭയിൽ അങ്ങനെ ഒരു സമുദായക്കാരൻ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷിക്കുക വേണ്ടത്. പക്ഷേ ഈ ദേവത്രഫോസ് എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ സഭയുടെ നേതാവിനെ ചെന്ന് കണ്ടിട്ടതിന് ശേഷം ഇതെങ്ങനെയോ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് എഴുതി വിപ്പിച്ച് അതൊരു സമുദായക്കാരൻ കൊടുത്തു. എൻ്റെ അപ്പച്ചൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ അപ്പച്ചൻ ഒരു മുറിക്കകത്തോട്ടേക്ക് ഇരുന്ന് കരയുന്ന കണ്ടിട്ടുള്ളൂ. കാരണം ആളുകൾ ചോദിക്കാൻ തുടങ്ങി, പാപ്പ സാറേ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ട്, എൻ്റെ വല്യപ്പച്ചനാണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പം കൊച്ചുവാപ്പി എന്നാണ്, കൊച്ചുവാപ്പി, നീ ഇതൊക്കെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചിട്ട് വേണം. അപ്പച്ചൻ പറഞ്ഞൊരു മറുപടിയേ ഉള്ളൂ, അപ്പം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതിന് ഒരു മനുഷ്യനെടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കൊടുത്തത് ദൈവത്തിനാണ് കൊടുത്തത്, ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊടുത്ത വസ്തു അവർ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല. എന്നാൽ പിൽക്കാലത്ത് അപ്പച്ചനെ ദൈവം മാനിച്ച ഒരു കഥ പിന്നീട് ഞാനത് പറയാം. ഞാൻ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പ്രീ ഡിഗ്രിക്ക് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പോകുന്ന സന്ദർഭത്തിലും അന്ന് ഇവാഞ്ചലിക്കലായിരുന്നല്ലോ. അവിടെ ആ കാലയളവിലാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പൂർണ്ണമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും അത് ഒരു രക്ഷ എന്നുള്ളതായ ഒരു പൂർണ്ണ ഉറപ്പോടുകൂടി ഞാൻ തിരിച്ചു. ഏത് സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയമൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പം കോളേജിൽ പോകുന്ന സന്ദർഭത്തിലാണെങ്കിലും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് കിട്ടുന്ന കാരണത്താൽ എനിക്ക് അനേക ആളുകളുമായിട്ട് എനിക്ക് കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. അപ്പം പല ഹെറാൾഡ് ഓഫ് ഹിസ് കമ്മിങ്, ആഗമന ദൂതന്, അതുപോലെ ക്രോസ് ആൻഡ് ക്രൗണിങ്, ഇതുപോലുള്ള ചില മാസുകളുണ്ട്. അത് സൗജന്യമായിട്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ ഞങ്ങളുടെ ആ ക്ലാസ് റൂമിലുള്ള ആളുകളുടെ പേരും അഡ്രസ്സൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അയച്ചു കൊടുക്കും. ഇന്നാർക്ക് ഇന്ന മാസം ഇന്നത് അയച്ചു കൊടുക്കണം. എനിക്കത് അയച്ചു കൊടുക്കുന്ന കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാം. അത് ക്ലാസ്സിലെ അഡ്രസ്സിലാണ് വരുന്നത്.
അവിടെ പിയൂണ് ഇത് അവിടെ കൊണ്ട് കൊടുക്കുന്നത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, അവർ ഹിന്ദുക്കളായിരിക്കും അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരിക്കും, ഒട്ടുമുക്കാലും പോറ്റുമാരൊക്കെയാണ്. അവരൊക്കെ കർത്താവിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണേ, യേശുവിനെ കണ്ടെത്താൻ ഇടയാകണം. എനിക്കല്ലാതെ പറയാനുള്ളതായ ഗട്സും ഇല്ല, പറയേണ്ടത് എന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ എനിക്ക് അന്ന് മുതലേ സുവിശേഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് താല്പര്യമായിരുന്നു. പ്രിഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ BSc ഞാൻ കായംകുളത്തുള്ളതായ മെലാഡ് ഷെറീഫ് മെമ്മോറിയൽ കോളേജ്, MSN കോളേജ് കായംകുളത്ത്, അവിടെയാണ് എൻ്റെ മാത്തമാറ്റിക്സ് ആണ് എൻ്റെ മേജർ, കെമിസ്ട്രി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു എൻ്റെ മൈനർ സബ്സിഡിയറി. അപ്പം ഇത് വെച്ചാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ലോജിക്കൽ ചിന്തയും സയൻറ്റിഫിക് ആയിട്ടുള്ളതായ കാര്യങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എൻ്റെ മനസ്സിൽ ചെറുപ്രായത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും അനലിറ്റിക്കലായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. വേദവസം പഠിക്കുന്ന നിലയിലും ആ നിലയിലാണ് ചിന്തിക്കുന്നത്. ഇവിടെ പഠിച്ചിരുന്ന സന്ദർഭത്തിൽ വേദപുസ്തകത്തിലുള്ളതായ സ്നാനത്തെക്കുറിച്ചും മറ്റും കേൾക്കാൻ തക്കനിടയായി, അത് പഠിക്കാൻ തക്കനിടയായി. സ്നാനത്തെക്കുറിച്ച് ആ ചെറുപ്രായത്തിൽ ഞാൻ കോളേജിൽ പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപ ഫീസ് കൊടുക്കണം, 12 രൂപയാണ് ട്രാൻസ്പോർട്ടിൽ കൺസൾട്ട് ടിക്കറ്റുള്ളതായ ടിക്കറ്റ്. ഇത് രണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കി അല്ലാതെ വീട്ടിൽ നിന്ന് പൊതു കെട്ടിക്കൊണ്ട് പോകണം. വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ച് അത് സാധിക്കത്തുള്ളൂ. അപ്പം വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മച്ചിയുടെ അടുക്കൽ ഞാൻ പറഞ്ഞു, അപ്പച്ചൻ്റെ അടുക്കൽ പറയാനായിട്ട് എനിക്ക് ഒരു പേടിയുണ്ട്. കാരണം ഈ അടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോദ്യം ചോദിക്കത്തുള്ളൂ എന്നുള്ള സ്വഭാവക്കാരാകും. അപ്പച്ചൻ്റെ അടിയെ പേടിച്ച് ഞാൻ പറയാതെ അമ്മച്ചിയുടെ അടുക്കൽ പറഞ്ഞ് ഞാൻ പോയി സ്നാനപ്പെടാൻ പോകാമെന്ന് പറഞ്ഞു. സ്നാനപ്പെടാൻ പോകുക അപ്പോൾ കാരണം അപ്പച്ചൻ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ സെക്രട്ടറിയാണ്, ഇവാഞ്ചലിക്കൽ സ്ഥാപക പ്രവർത്തകനാണ്, അവിടുത്തെ ആ ദേശത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെയാണ്. അപ്പച്ചൻ പറഞ്ഞു, നീ ഇപ്പോഴ് 19 വയസ്സായി, നീ എന്നെയും പോയി സ്നാനപ്പെടുകയോ സ്നാനപ്പെടാതിരിക്കുകയോ എന്ന് ആലോചിച്ചിട്ട് വേണം. പക്ഷേ സ്നാനപ്പെടാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നിനക്ക് ഫീസും കിട്ടത്തില്ല, നിനക്ക് കൺസൾട്ട് ടിക്കറ്റ് കിട്ടത്തില്ല, പിന്നെ അങ്ങനെ പഠിത്തം നടത്തുന്നു. ഞാൻ വിചാരിച്ചു, ഈ അപ്പച്ചൻ തന്നെയാണ് എൻ്റെ ചെറുപ്രായത്തിൽ എന്നോട് പറഞ്ഞത്, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ദൈവം പണ്ട് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വാശിയുണ്ടായി, ദൈവം അന്ന് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിക് നെയിം ജോർജ് കുട്ടി എന്നാണ് വിളിക്കുന്നത്, ജോർജ് കുട്ടിക്ക് വേണ്ടി എന്തുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചുകൂടാ എന്ന് എനിക്കൊരു വാശിയായി. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞതിന് ശേഷം രണ്ടും കൽപ്പിച്ച് 1971 ജാനുവരി മാസത്തിൽ മുളക്കുഴ ചർച്ച് ബോർഡുമായിട്ടുള്ള ബന്ധത്തിൽ, ചർച്ച് ബോർഡിൻ്റെ ജനറൽ കൺവെൻഷനുമായിട്ടുള്ള ബന്ധത്തിൽ പോയി സ്നാനപ്പെട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം എനിക്കറിയാം പിന്നീട് ഇളമ്പള്ളിലെ ഇളമ്പള്ളിലെ ഇവാഞ്ചലിക്കൽ പള്ളി പോകാനൊക്കത്തില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോകുന്നത് തുവയൂരാണ്. തുവയൂർ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 7 കിലോമീറ്ററോളം ഒരു കുറേ നടന്നു പോകണം. അവിടെ പോകാനായിട്ട് തീരുമാനിച്ചു. ഈ 7 കിലോമീറ്റർ നടന്ന് ബെയർ ഫുട്ടഡായിട്ട് നടന്ന് തുവയൂർ ചർച്ച് ചെല്ലുമ്പോൾ ആദ്യം അവിടെ സഭയിൽ ചെല്ലുന്നത് ഞാനാണ്, എല്ലാ ആഴ്ചയിലും. അപ്പം ഞാൻ അവിടെ പാസ്റ്ററൊക്കെ ചോദിക്കും, പാസ്റ്റർ ഇവിടെ ആരും വന്നില്ലയോ? ഓ, എൻ്റെ ബ്രദറെ ഇവിടെ ഇങ്ങനെയൊക്കെയാ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാലൊക്കെ അവിടെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ ശേഷം ആരാധന കഴിഞ്ഞ ശേഷം ഉച്ച കഴിഞ്ഞാണ് തിരിച്ച് നടന്ന് പോകുന്നത്. അപ്പം എനിക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എൻ്റെ ദൈവമായിട്ടുള്ള ഒരു സംഭാഷണം, പ്രാർത്ഥന, ഇതുപോലുള്ളതായ ഒറ്റയ്ക്കുള്ളതായ സന്ദർഭത്തിൽ എനിക്ക് വളരെ പ്രയോജനമാണ്. സാധാരണ പ്രാർത്ഥിക്കുന്നതിനുള്ളതായ പ്രാർത്ഥന എനിക്കറിയത്തില്ല. കാരണം ഞാനും ഞങ്ങളുടെ വീടിനടുത്തൊരു കാടുണ്ട്, ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗമാണ്, മുഴുവൻ കാടും പാറയുമാണ്. ഇപ്പം ഇതിനകത്ത് പോയി ഞങ്ങളുടെ പശുവിനെ ആടിനെ കൊണ്ട് അവിടെ കൊണ്ട് തീറ്റിയതിന് ശേഷം ആ പാറയ്ക്കകത്തൊരു സ്ഥലമുണ്ട്. ഞാൻ ഇന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഒരു ഹോപ്പ് ഉണ്ടാകണം, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകണം, ഇതിനെക്കുറിച്ചാണ് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഈ ശമൂവേലിൻ്റെ അടുത്ത് സംസാരിച്ചതുപോലെ എന്നോട് സംസാരിക്കണം. ഞാൻ ഇതുവരെയും ആ കാലയളവിൽ ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടിട്ടില്ല. പിൽക്കാലത്ത് ഞാൻ കേട്ടുള്ളതായ സന്ദർഭം ഓർക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഇതിൻ്റെ പിന്നിൽ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് പ്രധാനമായിട്ട് ഒരു ഹോബി ഉണ്ടായിരുന്നു. ആ ഹോബി എന്ന് പറഞ്ഞാൽ ഒന്ന് തീപ്പെട്ടിയുടെ പടം കളക്ട് ചെയ്യുക, പിന്നീട് സ്റ്റാമ്പ് കളക്ട് ചെയ്യുക. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള സ്റ്റാമ്പേ ഉള്ളൂ, ഫോറിൻ സ്റ്റാമ്പ് കിട്ടാനുള്ള സാധ്യതകളൊന്നുമില്ല. ഞങ്ങളുടെ അടുത്തുള്ളൊരു ഡ്രോയിങ് മാസ്റ്റർ ഉണ്ട്, അയാൾക്ക് ഒരുപാട് ഫോറിൻ സ്റ്റാമ്പുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ സ്റ്റാമ്പ് കാണാനായിട്ട് അവരുടെ വീട്ടിൽ പോകും. അപ്പം എനിക്ക് ഇതുപോലെ കുറച്ച് സ്റ്റാമ്പ് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ എൻ്റെ അപ്പച്ചന്
അവിടെ ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ നടത്തുന്നൊരു പലചരക്ക് കടയുണ്ട്, ചെറിയൊരു പലചരക്ക് കട. അപ്പോൾ അവിടെ ചെന്നായ വേളയിൽ ഈ വർഗീസ് എന്ന് പറഞ്ഞ അയാളുടെ പേരും വർഗീസ് എന്നാണ്. വർഗീസിന് എവിടുന്ന് ഒരു എൻവലപ്പ് കിട്ടി. ആ എൻവലപ്പ് അമേരിക്കയിൽ നിന്നുള്ളതായ ഈ ചുമപ്പും മറ്റെല്ലാം കൂടെ കളറുള്ളതായ അത് എൻവലപ്പുള്ളതാണ്. അതിനകത്ത് വർഗീസ് എന്ന് പറഞ്ഞ് അയാളുടെ അഡ്രസ്സും എഴുതി. അയാൾ ചോദിച്ചത് തനിക്കിത് ഇവിടുന്ന് കിട്ടി. അതൊന്നും എനിക്കറിയത്തില്ല സാർ, ഇവിടെ കിട്ടിയതാണ്, അതെന്താണെന്ന് സാറൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അതിനകത്ത് 2-3 സെൻറ്റൻസേ ഉള്ളൂ. എനിക്ക് നിന്നെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ താല്പര്യമുണ്ട്, എനിക്ക് കത്തെഴുതുക എന്ന് പറഞ്ഞ ഒരാളുടെ പേരും അഡ്രസ്സും. ആളുടെ പേര് വെച്ചിട്ടുണ്ട്. അത് ആണാന്നോ പെണ്ണാന്നോ പേര് കേട്ടാൽ അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, തിരിച്ചു അയാൾക്ക് എൻവലപ്പ് കൊടുത്ത സന്ദർഭം പറഞ്ഞു, സാറ് കൊണ്ടുവയ്ക്കോ, ഇവിടെ എനിക്ക് അവരെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്നാ കാര്യം എന്ന് പറഞ്ഞ് സാറ് കൊണ്ടുവയ്ക്കോ. അപ്പം വീട്ടിൽ കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ ഡെസ്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പം എന്നെ ആകർഷിച്ചതായ സംഗതി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കിട്ടിയതായ ഒരു സ്റ്റാമ്പാണ്. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ ഞാൻ ഈ സ്റ്റാമ്പ് എടുത്തോട്ടെ എന്ന് പറഞ്ഞു നീ ആ ലെറ്റർ അങ്ങ് എടുത്തോ. അപ്പം ഞാൻ വീട്ടിൽ വെച്ച് വായിച്ച സന്ദർഭത്തിൽ പറഞ്ഞു, ഈ ആൾ എങ്ങനെയുള്ള ആളാണെങ്കിലും അയാൾക്കൊരു കത്തയക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഒരു കത്തെഴുതി. കത്തിന് മറുപടി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ വിദേശത്ത് ഒന്നും ആരുമായിട്ടും പരിചയമില്ല. കേരളം വിട്ട് കഴിഞ്ഞിട്ടുള്ള ഒറ്റ മനുഷ്യൻ ഞങ്ങളുടെ കുടുംബത്തിലില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ബാഹ്യ ലോകമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളില്ല. അപ്പോഴേ 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു മറുപടി തന്നു. അതിനകത്ത് കുറച്ച് സ്റ്റാമ്പുകളും ക്യാൻസൽ ചെയ്ത സ്റ്റാമ്പുകളും അതിനകത്തൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. നിന്നെക്കുറിച്ച് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, നിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ അവരൊരു $10 ക്യാഷായിട്ട്, കറൻസി ആയിട്ട് ഒരു $10 വെച്ചിരുന്നു. അത് ഏതോ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനോ കണ്ടതിന് മൂലയെ കണ്ട് കയറിയതിന് ശേഷം ആ ഡോളർ അങ്ങ് വഹിച്ചെടുത്തു. അതിനുശേഷം ഈ എൻവലപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ അവർക്ക് പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് പൈസ ഒന്നും കണ്ടില്ല ഒന്നുമില്ല, ആരൻ്റെ വഹിച്ചെടുത്താണ്. അവർ പറഞ്ഞു ഡോൺ വറി, ഐ വിൽ സെൻഡ് യു അനദർ വൺ എന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ ഒരു $10 മണി ഓർഡർ എനിക്ക് അയച്ചു തന്നു. ആ മണി ഓർഡർ എനിക്ക് കിട്ടിയതായ സന്ദർഭം എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈമിങ് ഓർത്തോണം. ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നിൻ്റെ ഒരു കാര്യത്തിന് പൈസ തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ സമയത്താണ്. അന്ന് 80 രൂപ, 10 രൂപയ്ക്ക് 80 രൂപ കിട്ടുമായിരുന്നു. എനിക്ക് മനസ്സിലായി ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഇത് സ്ത്രീയാണെന്ന് എനിക്കറിയത്തില്ല, പുരുഷനാണെന്ന് അറിയത്തില്ല. അതൊരു വളരെ പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവർ എസ്റ്റോണിയ എന്ന് പറഞ്ഞ രാജ്യക്കാരത്തെയാണ്. അവരുടെ എസ്റ്റോണിയ റഷ്യ എടുത്തായ സന്ദർഭത്തിൽ അവരും അവരുടെ ഹസ്ബൻഡ് ജോൺ കാൾസൺ, ഇവരുടെ പേര് അലീഡ് എന്ന, അവർ അവിടുന്ന് സൗത്ത് അമേരിക്കയ്ക്ക് കൂടി രക്ഷപ്പെട്ട് അവരുടെ 2 പെൺമക്കളെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് അവിടെ കുറച്ച് നാൾ മിഷണറി വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം തിരിച്ച് അമേരിക്കയിൽ വന്ന് അവർക്ക് ഡ്രൈവിങ് അറിയത്തില്ല, അവർക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല, കാറില്ല. അവർ ഇതൊക്കെ അറിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കാറില്ല, എനിക്ക് ഡ്രൈവിങ്. ഞാൻ പറഞ്ഞു ഞാൻ ചിന്തിക്കുന്നത് എനിക്കും കാറില്ല. അമേരിക്ക കാറുണ്ടെന്ന് പറയുന്ന കാല് ഉള്ളതെന്ന് പറഞ്ഞതിന് കൂട്ട കാറിലൊക്കെ അമേരിക്ക ജീവിക്കാനൊക്കത്തില്ല. ഇന്ത്യയിൽ നടന്നു വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നായ പണം, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹബന്ധമായി. അവർ എനിക്ക് സ്റ്റാമ്പുകളും എനിക്കൊരു ഇംഗ്ലീഷ് ബൈബിള് എനിക്ക് അയച്ചു തന്നു. അമേരിക്കയിൽ നിന്നുള്ളതായ ലെറ്റർ വരുന്നു എന്നുള്ളതായ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് എനിക്ക് ഒരു രീതിയിലൊരു ഭീഷണിയായിരുന്നു. തരത്തില്ല എന്ന്, ഒരു പൈസയും തരത്തില്ല എന്ന് പറഞ്ഞ ആ സമയം മുതൽ ഈ സമയം വരെയും എൻ്റെ പിതാവിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിച്ച് എൻ്റെ പഠനമോ ഒരു കാര്യം നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം ഈ സെറാഫാത്തിലെ വിധവ എന്ന് പറയുന്നൊരു കൂട്ടം അതുപോലെ ഒരു വിധവയായിരുന്നു ഈ സ്ത്രീ. അപ്പം എനിക്ക് അമേരിക്കയിൽ പോകണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവാഞ്ചലിക്കലായിരുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ വികാരിയായിട്ടിരുന്ന അച്ഛന് നയനാനച്ഛന് അമേരിക്ക വന്ന് പഠിച്ച വളരെ ഭക്തനായ നല്ല ഒരു ദൈവമനുഷ്യനായിരുന്നു. റവറൻ KM നയനാൻ MA BD STM എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ടൈറ്റിൽ വെച്ചേക്കുന്നത്. പുള്ളിക്കാരൻ്റെ പ്രസംഗത്തിലെല്ലാം അമേരിക്കയിലെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം അച്ഛൻ്റെ മോന് എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ്. അപ്പം അച്ഛൻ്റെ മോനൊക്കെ അമേരിക്കയിൽ പോയി പഠിക്കും. അച്ഛൻ്റെ മോൻ വലിയ ആർഭാടമായിട്ടുള്ള വർണ്ണശബളമായിട്ടുള്ള വസ്ത്രങ്ങളും മറ്റും ഇട്ട് നടക്കുന്ന വേളയിൽ എനിക്ക് ഇതുപോലെ തുണി കൊണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നല്ലതായിരുന്നു. അതുതന്നെയല്ല, എനിക്കും അച്ഛൻ്റെ മോൻ പഠിക്കുന്നതിന് കൂട്ട് എനിക്കും പഠിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായി. ഞാൻ അച്ഛൻ്റെ അടുക്ക് പറഞ്ഞു, അച്ഛൻ്റെ അടുക്ക് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, സാറിൻ്റെ സാമ്പത്തിക ചുറ്റുപാടിന് ജോർജ് കുട്ടിയെ അമേരിക്ക വിടാനൊക്കത്തില്ല, ഒരുപാട് പണച്ചെലവുള്ളതാണ്. ഞാൻ അച്ഛൻ്റെ അടുക്കൽ അച്ഛൻ്റെ
പിടിച്ചുകൊണ്ട് വരാനായിട്ട് തുവയൂർ ജയൻ മെമ്മോറിയൽ മിഷൻ ഹോസ്പിറ്റലിൽ, അവിടെയാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെയാണ്. അവിടുന്ന് ഞാൻ അവിടെ വീട്ടിൽ വരുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വരുന്ന വേളയിൽ ഞാൻ പറയാറുണ്ട്, അച്ഛാ എനിക്ക് അമേരിക്കയിൽ പോകണം താല്പര്യമുണ്ട്. ഞാൻ നിർബന്ധിച്ച കാരണത്താൽ എനിക്ക് 2 അഡ്രസ്സ് എനിക്ക് തന്നു. ഒരു ന്യൂജേഴ്സിയിലുള്ളതായ ഫെയർലി ഡിക്കിൻസൺ യൂണിവേഴ്സിറ്റിയും കാലിഫോർണിയയിലുള്ള ഒരു അസൂസ പെസഫിക് കോളേജും. ഒന്നൊരു സെക്യുലർ യൂണിവേഴ്സിറ്റിയാണ്, ഒന്നൊരു റിലീജിയസ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടത്തേക്ക് ഞാൻ എങ്ങനെയോ പൈസയൊക്കെ ഉണ്ടാക്കി 55 പൈസയാണെന്ന് എയർഗ്രാം. 55 പൈസ എയർഗ്രാം അയച്ചതിന് ശേഷം അവിടുന്ന് ഒരു മാസം കഴിഞ്ഞ ശേഷം എനിക്ക് മറുപടി വന്നു, വലിയ 2 പ്രോസ്പെക്ടസ് കാറ്റലോഗ്. ഇത് വന്ന വേളയിൽ എനിക്ക് ഒന്നാമത് അമേരിക്കയിൽ നിന്നൊക്കെ ഒരു ലെറ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഗെയിമാണെന്നറിയാമോ. ഇതെല്ലാം വായിച്ചതിന് ശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ എനിക്ക് വായിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കി ഒരിടത്ത് $75 ആപ്ലിക്കേഷൻ ഫീ കൊടുക്കണം. ഡോളർ, രൂപയല്ല. ഒരിടത്ത് $55 ആപ്ലിക്കേഷൻ ഫീ. എനിക്ക് 75 പൈസയ്ക്ക്, ഇന്ത്യൻ പൈസയ്ക്ക് പൈസ ഇല്ലാതിരിക്കുക. പിന്നെ അങ്ങനെ ഞാൻ $75. അപ്പോൾ എനിക്ക് മനസ്സിലായ അച്ഛൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം കെട്ടടങ്ങി. എല്ലാ കാര്യത്തിനും ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിന് ഒരു ജീവൻ പ്രാപിക്കുന്നു. ആ ദർശനം ഒന്ന് കെട്ടടങ്ങിയാൽ മാത്രമേ ഒരു പുനരുത്ഥാനം ഉണ്ടാകത്തുള്ളൂ. അതൊരു വചനത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. എൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി. അപ്പം ഞാൻ ഈ ചർച്ചക്കോടുമായിട്ടുള്ള ബന്ധത്തിൽ തുവയൂർ ആരാധനയ്ക്ക് പോകും. ഞാൻ എം.വി. ചാക്കോ സാർ മരിച്ചുപോയ അന്ന് അദ്ദേഹം എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം താല്പര്യമുണ്ട്, എനിക്ക് ഒരു റെക്കമെൻഡേഷൻ തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ജോർജ് കുട്ടി, നീ ഇങ്ങോട്ട് പെന്തക്കോസ്തിലേക്ക് വന്നതേ ഉള്ളൂ. ഇവിടെ ഇതിനെക്കാട്ടി മുമ്പേ വന്ന് അവരുടെ മക്കളെ അയക്കാനും വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ലെറ്റർ അയക്കണോ അതോ നിനക്കിപ്പോൾ ഇങ്ങോട്ട് വന്ന് നിനക്ക് അയക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയും വാതിലടഞ്ഞു. കാരണം നീ ആരുമല്ല എന്നുള്ളൊരു അദ്ദേഹം ഓണസ്റ്റായിട്ടൊരു ഒപ്പീനിയനാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഞാൻ ഈ ആളുകൾ പറയുന്ന നോ എന്ന് പറയുന്നത് നോ ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ യിരെമ്യാ 32:27 എന്നാൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. കർത്താവേ, അങ്ങയാൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? അങ്ങ് അസാധാരണമായുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണല്ലോ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. അപ്പം ഞാൻ ഈ കാൾസിൻ്റെ അടുക്കൽ അവരോട് പറഞ്ഞു. അവർ ഫ്രെസ്നോ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 40 മൈൽ അകലെയാണ് താമസിക്കുന്നത്. അവരുടെ മോളെ കൊണ്ട് ഡ്രൈവ് ചെയ്ത് ചർച്ചക്കോട്ടെ ഒരു ചെറിയൊരു ബൈബിൾ സ്കൂൾ, ഇപ്പോഴാ സ്കൂളില്ല, അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ സ്കോളർഷിപ്പ് തരാം, പക്ഷേ ഇന്ത്യയിലുള്ളതായ ചർച്ചക്കോടിൻ്റെ മിഷണറിയുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. ആ റെക്കമെൻഡേഷൻ ലെറ്ററിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ ചാക്കോ സാറിനടുത്ത് ചെന്നത്. അപ്പോൾ എനിക്കറിയാം ഈ ചർച്ചക്കോടിൻ്റെ ബോംബെയിലുണ്ടായിരുന്ന വില്യം പോസ്പെസ് എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ 71 കൺവെൻഷൻ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഷേക്ക് കൊടുത്തിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ ജസ്റ്റ് ദൂരെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ തന്നെ കുറേ വായിക്കുകയും ഇംഗ്ലീഷിൽ കറസ്പോണ്ടൻസ്, അപ്പോൾ കുറച്ചൊക്കെ കറസ്പോണ്ടൻസ് അറിയാം. കറസ്പോണ്ടൻസ് എങ്ങനെയാണെന്നറിയാം. പോസ്പെസിന് ഞാൻ ലെറ്റർ അയച്ചു, ഇന്നതുപോലെ എനിക്ക് ഒരു അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു റെക്കമെൻഡേഷൻ ലെറ്റർ തരണമെന്ന്. 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അയച്ചു കൊടുത്ത ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിൻ്റെ കോപ്പി, എനിക്ക് കാർബൺ കോപ്പി എനിക്ക് അയച്ചു തന്നു. അത് കാലിഫോർണിയയിലുള്ളതായ കോളേജിലേക്ക് അവർ റെക്കമെൻഡേഷൻ ലെറ്റർ അയച്ചു. എനിക്ക് തന്നെ അതിശയം. എനിക്ക് കത്തയക്കാൻ, ഞാൻ അവിടുത്തെ പാസ്റ്ററല്ല, സെൻട്രൽ പാസ്റ്ററല്ല, എൻ്റെ ബന്ധത്തിലുള്ള ഒരു പാസ്റ്റർമാരും ഇല്ല, പിടിപാടുള്ളവരില്ല. ഞാൻ ഒടുവിൽ ഈ കത്ത് കൊണ്ട് ചാക്കോ സാറിനെ പിന്നീട് അവിടെ ഉണക്കൾ പോയ സന്ദർഭത്തിൽ ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കെങ്ങനെ പോസ്റ്റ് ബിസിനോട്ട് ബന്ധം? ഞാൻ പറഞ്ഞു, എനിക്ക് ബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിച്ചാൽ ആർക്ക് തടയാനായിട്ട് സാധിക്കും? നമ്മൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആരും വാതിലടയ്ക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ ഈ കൂടുതൽ സമയവും കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ഈ ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിന് ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്രായം മുതൽ ഒരു നിയമം ഉണ്ടായിരുന്നു. ശനിയാഴ്ച ദിവസം വൈകിട്ട്, ശനിയാഴ്ച ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ആരാധന കഴിയുന്നതിന് വരെ വേദപുസ്തകം അല്ലാതെ ഒരൊറ്റ പുസ്തകം പോലും വായിക്കാൻ പാടില്ല എന്നൊരു നിയമം മാർത്തോമായില്ലാത്ത കാലങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു ഞാൻ ബൈബിൾ കറസ്പോണ്ടൻസ് കൊണ്ട് പഠിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഇതിനോടുള്ളതായ ആവേശം വന്ന കാരണത്താൽ അല്ലാത്ത ദിവസങ്ങളെല്ലാം ഇരുന്ന് ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് പഠിക്കും. എനിക്കറിയാം, ഈ ഞങ്ങൾക്ക് അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും അന്ന് കിട്ടിയിട്ടില്ല. ഒരു മണ്ണെണ്ണ വിളക്കിന് ചുറ്റും ഒരു ഒരു മനോരമയും കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിനിടയ്ക്ക് നിന്ന് വായിച്ചുകൊണ്ടിരുന്നത് മനോരമ പേപ്പർ മടങ്ങി വന്ന് അതിനെല്ലാം കൂടെ തീ പിടിച്ച് എൻ്റെ കറസ്പോണ്ടൻസ് കോഴ്സ് എല്ലാം തീ കത്തിപ്പോയാൽ എനിക്ക് ഓർക്കുന്നുണ്ട്.
ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും എത്ര തീ കത്തിയെന്ന് പറഞ്ഞാലും ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളതിനപ്പുറമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴ് അവിടുന്ന് എനിക്ക് I-20 ഫോം കിട്ടി. I-20 എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അത് ഫയൽ ചെയ്തെങ്കിൽ സ്റ്റുഡൻറ് സ്റ്റാറ്റസ് എനിക്ക് വരാനൊക്കത്തുള്ളൂ. I-20 ഫോം കിട്ടിയ സന്ദർഭത്തിൽ എനിക്ക് പാസ്പോർട്ടില്ല. പാസ്പോർട്ട് എന്താണെന്ന് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. ഞാൻ ഒരിക്കൽ എറണാകുളത്ത് വീട്ടിൽ നിന്ന് കുറച്ച് എനിക്ക് കാൽസിന് എനിക്ക് അതിനുശേഷം $10 അയക്കുന്നതിന് പകരമായിട്ട് എനിക്ക് അവർ പിന്നെ മാസം തോറും $30 വെച്ച് അയച്ചു തരുമായിരുന്നു. ഈ $30 ഫാസ്റ്റർ എനിക്ക് തോന്നുന്നു നമുക്ക് അന്ന് ആ കത്തിടപാടുണ്ടായ ആ ഒരു വ്യക്തിയാണ് ഈ ബൈബിൾ കോളേജ് അഡ്മിഷനും കാരണമായതല്ലേ? അതെ 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 അതെ, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാര്യം. അതെ 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 താങ്ക് യു. കാരണം നമ്മളൊരു സ്റ്റാമ്പ് കളക്ഷന്റെ കൊതി കൊണ്ടാണ് ആ കാർഡ് എടുത്തോണ്ട് വന്നത്. അല്ലെങ്കിൽ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് ആ കാർഡ് വാങ്ങിച്ച് അതിനകത്ത് ഒരു ലെറ്റർ അയച്ചത് ഒരു സ്റ്റാമ്പ് കിട്ടാൻ വേണ്ടിയാ. അതെ 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 സ്തോത്രം. അതെ നമ്മുടെ ഏത് താല്പര്യങ്ങളാണെങ്കിലും അതിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഏത് വിഷയങ്ങൾ കൂടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. നമ്മൾ ഒന്നും തുച്ഛമായിട്ട് നമ്മൾ കളയരുത്. ഇതൊക്കെ ഇന്നൊക്കെ 50-55 വർഷം മുമ്പാണ് നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ 71 അന്ന് ഈ അമേരിക്കയിലും വരുന്ന ആൾക്കാർ അധികം ചുരുക്കമാണ്. ഇക്കാലങ്ങളിൽ അമേരിക്ക വരുന്നതെന്ന് പറഞ്ഞാൽ സർവ്വസാധാരണ സംഭവമാണ്. പ്ലെയിൻ ടിക്കറ്റ് എടുത്തിങ്ങ് പോരുന്നതാണ്. അന്നേ കാലയളവിൽ ഒന്നും ഞങ്ങൾക്ക് സാമ്പത്തിക ചുറ്റുപാടില്ല, യാതൊരു മുഖാന്തരമില്ല എന്ന് ഓർത്തോണം. അപ്പൊ ആ പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ നടന്നത് എന്താണെന്ന് അതിന്റെ വില എന്ത് മനസ്സിലാകും, ഒരു ദൈവപ്രവൃത്തി മനസ്സിലാകത്തുള്ളൂ. അതെ 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 എക്സാക്ട്ലി. ശരി, അപ്പൊ എറണാകുളത്ത് പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. എറണാകുളത്ത് അവിടെ ജംഗ്ഷനിൽ കൂടെ നടന്നു പോയ സന്ദർഭത്തിൽ അവിടെ ഒരു ട്രാവൽ ഏജൻസി കണ്ടു. അതിൽ അവിടെ കയറി അയാളൊക്കെ ചോദിച്ചു. അയാളുടെ പേര് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ജോസഫ് പടയാട്ടി എന്നാണ് ട്രാവൽ ഏജന്റ് പേര്. അയാൾ ആംഗ്ലോ ഇന്ത്യൻ ആണ്. അയാളൊക്കെ ചോദിച്ചു, എനിക്ക് ഇതുപോലെ അമേരിക്കയിലൊക്കെ പോകണം താല്പര്യമുണ്ട്. പറഞ്ഞു, നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. പാസ്പോർട്ടിന് എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു, അയാളൊരു ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നീ ഒരു കാര്യം ചെയ്യേ, ഇതിൻ്റെ മുകളിലുള്ള ഇൻഫർമേഷൻ ഫില്ല് ചെയ്തതിന് ശേഷം അടിക്ക് ഒപ്പിട്ടുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കിട്ടുന്നൊരു സംഗതിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇക്കാലങ്ങളിൽ വലിയ റെക്കമെൻഡേഷനും എനിക്ക് ഒരു മാസം 1.5 മാസമായിട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞ് അയാൾ എനിക്ക് ലെറ്റർ അയച്ചു. ഞാൻ അയാളുടെ ഓഫീസിൽ ചെന്ന് പാസ്പോർട്ട് വാങ്ങിച്ചു. കാരണം അയാൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി മാത്രമേ ഉള്ളൂ, അയാൾക്ക് ടിക്കറ്റ് എടുക്കണം. അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് അയാൾ സർവൈവ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പാസ്പോർട്ട് കിട്ടി. മദ്രാസിൽ പോകാനായിട്ട് എനിക്ക് മദ്രാസിൽ ഒരു മനുഷ്യനെ അറിയത്തില്ല. അപ്പോൾ ഞാനന്ന് കായംകുളം കോളേജിന് അടുത്തൊരു വീട്ടിൽ താമസിക്കായിരുന്നു. മർത്തമ ഒരു അമ്മച്ചിയുണ്ട്, അവരുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ട് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അവർ പറഞ്ഞു, ജോർജ് കുട്ടി, എനിക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരാൾ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അയാളുടെ ചോദിച്ചു നോക്കട്ടെ, നിന്നെ അവിടെ കൊണ്ടുപോകാനൊക്കെ പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വരാം അമ്മച്ചി, നമുക്ക് ഒരുമിച്ചൊന്ന് പോകാം. അവളെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമില്ല അമ്മച്ചി, ജോർജ് കുട്ടി എൻ്റെ കൂടെ വന്നോട്ടെ. അപ്പോൾ അയാളുടെ കൂടെ താമസിക്കാൻ, അയാളൊരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്, അയാളുടെ വീട്ടിൽ താമസിപ്പിച്ചു. എനിക്ക് മദ്രാസിൽ എംബസി വിസയ്ക്ക് പോയി. വിസയ്ക്ക് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ കുറച്ച് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി എക്സാമിനേഷൻ ഉണ്ട്, ടെസ്റ്റ്, അമേരിക്കൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിനേഷൻ, അലഗു എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി. അതിൻ്റെ ടെസ്റ്റ് എഴുതി, അത് എന്തോ പ്രൊഫഷൻസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നാഷണൽ ഇൻ്റഗ്രേഷനെ കുറിച്ചാണ് എസ് എ ഒക്കെ എഴുതി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ചെന്നായ വേളയിൽ ഇതിൻ്റെ കോൺസുലേറ്റ് എന്നൊക്കെ ചോദിച്ചു, നീ അമേരിക്കയിൽ പോകുന്നത് പഠിക്കാനൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഐ ബെഗ് യു പാർഡൺ, സാധാരണ ബൈബിൾ പഠിക്കാൻ പോകുന്ന ആൾക്കാർ ഹിസ്റ്ററിയോ ഇംഗ്ലീഷോ ഒക്കെ എടുത്താൽ പോകുന്നത്, നിനക്ക് മാത്തമാറ്റിക്സ് എടുത്താൽ, നീ മാത്തമാറ്റിക്സ് എടുത്ത് പഠിച്ചവൻ എങ്ങനെ ഈ ബൈബിൾ പഠിക്കാൻ പോകുന്നത്? എന്തോ ദൈവം ഇതിനെല്ലാം നേരത്തെ ഒരു ഉൾപ്രേരണ തന്നതായണമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ പോയ സന്ദർഭത്തിൽ എൻ്റെ ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഏകദേശം 45 സർട്ടിഫിക്കറ്റുകളോളം ഉണ്ടായിരുന്നു. 2-3 ഡിപ്ലോമ ഉണ്ട്. ഇതെല്ലാം കൂടെ എൻ്റെ ബാഗിനകത്ത്, എൻ്റെ ബ്രീഫ് കേസിനകത്ത് കൊണ്ടാണ് പോയത്. അതെന്തിനാ ഇയാളുടെ ഓഫീസിൽ പോയപ്പോൾ കൊണ്ടുപോയതെന്നും എനിക്ക് യാതൊരു പിടുത്തമില്ല. അപ്പം ദൈവത്തിന് ബിഹൈൻഡ് ദ സീൻ ഇതെല്ലാം കൂടെ എടുത്ത് ഒരു എൻവലപ്പിൽ അയാളുടെ മുന്നെടുത്ത് കൊടുത്തതിന് ശേഷം എനിക്ക് ബൈബിൾ പഠിക്കാനുള്ള താല്പര്യമാണ്. അയാൾ ഇതെല്ലാം കൂടെ അയാളുടെ ഡെസ്കിൻ്റെ പുറത്തുള്ള ചീട്ട് നിരത്തുന്നതിനെ കൂടി ഞാൻ നിരത്തി വെച്ചതിന് കഴിഞ്ഞ ശേഷം, ഇറ്റ്സ് ഇൻക്രെഡിബിൾ, ഐ നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദിസ്. പിന്നെ ഒരു ചോദ്യം പോലും ചോദിച്ചാൽ, ഐ വിഷ് യു ഓൾ സക്സസ്, ഗോ ആൻഡ് സ്റ്റഡി ആസ് മച്ച് ആസ് യു ക്യാൻ ആൻഡ് വർക്ക് ഫോർ ദ ലോർഡ്. അയാളൊരു വിശ്വാസിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അയാൾ ഒന്നും പറയാതെ വണ്ണം എനിക്ക് വിസ എടുത്തന്നു. മദ്രാസിൽ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വേളയിൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്ക് പറഞ്ഞു, പറഞ്ഞു, കർത്താവേ,
അമേരിക്കയിൽ പോകാനുള്ളതായ വിസയായി. ഇനി പോകുന്ന പൈസ എവിടുന്നുണ്ടാകും? അപ്പോൾ എനിക്കറിയാം ദൈവം ഇത്രയും അത്ഭുതകരമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എഫക്റ്റുകളാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ അല്പം കുസൃതിയുടെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു വയൽ, ഒരു പാടം ഉണ്ടായിരുന്നു. ചെറിയൊരു പാടം ഉണ്ടായിരുന്നു. അവിടെ നെൽകൃഷിയുള്ള സന്ദർഭമാണ്. ഞാൻ പിന്നീട് തിരിച്ച് എൻ്റെ ഒറിജിനൽ കഥയിലേക്ക് വരാം. നെൽകൃഷി അവിടെ വിത്ത് വിതച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറയാറുണ്ട്, അവിടെ ചെന്ന് കോഴി കയറി അതെല്ലാം വിത്ത് പറയാതെ നീ അവിടെ കാവൽ ചെയ്യണം. അപ്പം ഞാൻ അവിടെ ചെല്ലുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ടുണ്ട്, വേറൊരു തണ്ടാപ്പയ്യന്, അവനോട് ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. ഞങ്ങൾ ഒരു മരത്തെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി. ഞങ്ങൾക്കിപ്പോൾ കളിക്കാന്നുള്ളതാണ്, കാരണം 8-10 വയസ്സ് പ്രായമുള്ളല്ലോ. അവിടുന്ന് എനിക്കും വലിയ മരം കയറി പരിചയമില്ലാത്ത കാരണത്താൽ അവിടുന്ന് ഒരു 10-25 അടി ഉയരത്തിൽ നിന്നാണ് തോന്നുന്നു അവിടുന്ന് ഉരുണ്ട് അടുത്തത് ഞാൻ താഴെ വീണെന്നാണ് എനിക്കറിയാം. താഴെ വീണു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അതിന് ചുറ്റും കുറ്റി മുള്ളു കുറ്റി കിടക്കുന്ന സ്ഥലമാണ്. അതിനെ കൂടെ കയറിയായിരുന്നു എൻ്റെ വയറ്റിൽ കൂടെ കമ്പ് കയറി പോകാൻ. പക്ഷെ അതൊന്നും വീഴാതെ വണ്ണം, യാതൊന്നും സംഭവിക്കാതെ വണ്ണം ദൈവം എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ആൾക്കാർ പറയാം അത് ലക്കാണ്. ഞാൻ പറഞ്ഞു അത് ലക്കല്ല, ദൈവത്തിൻ്റെ സംരക്ഷണയാണ്. പിന്നീട് എനിക്കറിയാം 1-2 സംഭവങ്ങളുടെ പെട്ടെന്ന് പറഞ്ഞിട്ട്, ഒരു പാറയുടെ പുറത്ത്, ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പാറ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ പാറയുടെ അടുത്ത് മഴ പോയ സന്ദർഭത്തിൽ അവിടുന്ന് കാല് തെറ്റി പോയതറിയാം. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു പിടുത്തമില്ല. താഴെ അങ്ങോട്ട് ചെന്ന് കിടക്കുന്ന കണ്ടു. അവിടെ എത്ര മണിക്കൂർ കിടന്നെന്ന് എനിക്കറിയത്തില്ല. അവിടുന്ന് പിന്നെ യാതൊരു പോറലോ യാതൊരു ചതവും ഇല്ലാതെ വണ്ണം ദൈവം അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അനേക സന്ദർഭങ്ങളിൽ ഞാൻ ചെറുപ്പകാലത്ത് അപ്പച്ചൻ പഠിപ്പിച്ചൊരു സംഗതിയുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നെ കാവൽ ചെയ്യുന്നു പാടും ഞാൻ എന്ന് പറഞ്ഞ പാട്ട് പഠിപ്പിച്ചുകൊണ്ട് ഐ ലിറ്ററലി ബിലീവ്ഡ് ഇൻ ദാറ്റ്. ഇത് ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് പോകുന്ന സന്ദർഭം. അപ്പം എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടെന്നും ദൈവത്തിൻ്റെ കരുതലുണ്ടെന്നും ഞാൻ എപ്പോഴും അനുഭവിച്ച ധാരാളം കാര്യങ്ങളെല്ലാം പറയുന്നില്ല. എനിക്കോ അവിടുന്ന് നാട്ടിൽ വന്നു, വിസയ്ക്കുള്ളതായ പേപ്പറുകൾ കിട്ടി. ടിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, കാൾസിന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും വഴികൾ ഒരുക്കാമെന്ന് ഞാൻ നിന്നെ അറിയിക്കാമെന്നുള്ളതല്ലാതെ എന്നിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒരു ലാറ്റിൻ അമേരിക്കൻ ഫെയ്ത്ത് മിഷൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, അവർ എന്നെ മരിച്ചുപോയി ഈ സഹോദരി, അവർ എസ്റ്റോണിയയിൽ നിന്ന് വന്നിട്ടുള്ളതായ ആളുകൾക്ക് വേണ്ടി കത്തുകളും മറ്റും അയക്കുന്ന കൂട്ടത്തിൽ ഇന്നതുപോലെ ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് എഴുതി. ഞാൻ അന്നൊക്കെ ചോദിക്കാൻ, എനിക്കത് ഹെൽപ്പ് വേണം, എനിക്ക് പൈസ അയച്ചു തരണം എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ചോദിക്കുന്ന പറഞ്ഞാൽ ഇതിന് ടിക്കറ്റിന് വേണ്ടി. എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് രജിസ്റ്റേർഡ് ലെറ്റർ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമായിട്ട് ഇതിനകത്തുണ്ട്, ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കത്തയക്കത്തില്ല. ആ കത്തിനകത്ത് കൊച്ചിയിൽ നിന്ന് ഫ്രെസ്നോ കാലിഫോർണിയ വരത്തേക്കുള്ള 1 വേ ടിക്കറ്റ്, ട്രാൻസ്വേർഡ് എയർലൈൻസിൻ്റെ 1 വേ ടിക്കറ്റും അതിനോടൊപ്പം $250 ചെക്ക് കൂടെ അതിനകത്ത് വെച്ച് എനിക്ക് $250 വേണ്ടി ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയാണ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇത് കണ്ട ആദ്യമായിട്ട് എയർലൈൻസ് ടിക്കറ്റ് കാണുന്നത് ഞാനാണ്. ഇത് വീട്ടിൽ കാണിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഇത് എങ്ങനെ കിട്ടി, നിനക്ക് എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞു, ദൈവം അത്ഭുതകരമായ നിലയിൽ അതിനും വാതിലുകൾ ഒരുക്കി. 1971 ജൂൺ മാസം 8-ാം തീയതിയാണ് തോന്നുന്നു, കൊച്ചിയിൽ നിന്ന് മദ്രാസ് വഴി ഞാൻ ബോംബെ വന്നു. അന്ന് രാത്രിയിൽ അവിടുന്ന് ട്രെയിൻ കയറാനായിട്ട് ബോംബെയിൽ, അന്ന് സാന്റക്രൂസ് എയർപോർട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന വേളയിൽ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച, കർത്താവേ, ഞാൻ ആരും അല്ലാതെ ഇരുന്ന വേളയിൽ എന്നെ ഓർക്കുകയും എനിക്ക് വേണ്ടി വഴികളെ തുറന്ന ദൈവമാണ്. ഇപ്പോൾ ഞാൻ സമ്പൽ സമൃദ്ധമായ രാജ്യത്തേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. ഇനിമേലിൽ നമ്മൾ തമ്മിലുള്ളതായ ഒരു എഗ്രിമെൻറ്റ്, ഭൂമിയിലുള്ളതായ ഒരൊറ്റ മനുഷ്യൻ്റെ അടുക്കൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എൻ്റെ ഒരു ഒറ്റ ആവശ്യങ്ങൾ പോലും ഞാൻ പറയത്തില്ല. അവിടുന്ന് എന്നെ നടത്തിക്കോണം, എന്നെ അത്ഭുതകരമായ നിലയിൽ വഴി നടത്തിക്കണം എന്നുള്ള തീരുമാനമെടുത്ത്. നമ്മൾ തീരുമാനം എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ ആവശ്യങ്ങൾ വരുന്ന വേളയിൽ ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ പതറിപ്പോകും. അങ്ങനെ അവിടുന്ന് കാലിഫോർണിയയിൽ വന്നു. അവിടെ ബൈബിൾ കോളേജിൽ പഠിച്ചു. ബൈബിൾ കോളേജ് ചർച്ചകോടിൻ്റെ ഒരു സ്കൂളാണ്. നേരത്തെ ഇംഗ്ലീഷ് ഭാഷയായിട്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നുമല്ല പഠിച്ചത്. എന്നാൽ തന്നെയും ഏകദേശമൊക്കെ ഇംഗ്ലീഷൊക്കെ വായിച്ചും പഠിക്കുകയൊക്കെ ചെയ്ത് കാണുന്നതാൽ പ്രയാസമില്ലായിരുന്നു. 72 സന്ദർഭത്തിൽ അവിടെ കുറച്ച് വേറെ ചില മലയാളികളുണ്ടായിരുന്നു. 1-2 പേരെൻ്റെ പറഞ്ഞു, ജോർജ് ഓർഗീസേ,
നിങ്ങൾ എന്തെങ്കിലും മിനിസ്ട്രിക്ക് വേണ്ടി പോകാനാണെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം കൂടാതെ വണ്ണം നിങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അപ്പം എനിക്ക് ഒരു സംഗതിയുണ്ട്, പെന്തക്കോസ്തുകാർക്ക് അവരുടെ ലെവലിലുള്ള ഇത് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയർ ചാപ്പലുണ്ട്. അവിടുത്തെ പ്രയർ ചാപ്പൽ 8-10 പേര് ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ സ്കൂളിൻ്റെ പ്രയർ ചാപ്പലാണ്. അപ്പം രാത്രിയിൽ ഞാൻ അവിടെ നൈറ്റ് വാച്ച്മാനായിട്ട് അവിടെ വർക്ക് സ്റ്റഡി പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പ്രയർ ചാപ്പൽ വരും, ദിവസവും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ കൊണ്ട് എനിക്ക് ഒക്കത്തില്ല, എനിക്ക് അതുപോലെ ആ ശക്തിയോടുകൂടി എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ശനിയാഴ്ച ദിവസം കരഞ്ഞ് എൻ്റെ കണ്ണും തലയും മുഴുവനും കംപ്ലീറ്റ് സ്വെല്ല് ചെയ്തു. ഞാൻ എന്നിട്ട് ഈ കാൾസൺ എന്ന് പറഞ്ഞ അവർ പെന്തക്കോസ്തുകാരിയാണ്, അവരൊക്കെ ചോദിച്ചു, ഞാൻ മാം എന്നാണ് വിളിക്കുന്നത്, മാം ദിസ് ഈസ് വാട്ട് ഹാപ്പൻ, I need the baptism of the Holy Spirit. I cried and everything. I did not even go to church because my face was swollen up. എൻ്റെ മുഖമെല്ലാം വളരെ വീർത്ത്. എന്നൊക്കെ പറഞ്ഞു, നിന്നോടൊക്കെ ആരാ പറഞ്ഞു ഇതുപോലുള്ള കരഞ്ഞു പിടിച്ചാണ് ദൈവത്തിൻ്റെ സമയമാവുന്നതിന് നിനക്ക് തരും എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഇനിയും കിടന്ന് കരയും പിടിക്കൊന്നും വേണ്ട, ദൈവം തന്നെ അഭിഷേകം ചെയ്യും, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, എന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ ഒരിക്കൽ ഈ എസ്റ്റോണിയൻ മിഷണറിമാരുടെ ഒരു മീറ്റിങ്ങിന് പോയി. അവരെല്ലാ മെത്തഡിസ്റ്റുകാരും ലൂതറൻകാരും എല്ലാം പല ആൾക്കാരുണ്ട്. അവിടെ ഒരു മീറ്റിങ്ങിൽ അവരാണ് അന്ന് പ്രസംഗിച്ചത്. എനിക്കെന്തോ അവരുടെ ഭാഷയിലാണ് പ്രസംഗിച്ചത്, എനിക്കെന്താ മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ പുറവശത്ത് ഞാൻ പൊതുവെ സ്ഥലം കാണാനാണ് പോയത്, അല്ലാതെ എനിക്ക് അവരുടെ മീറ്റിങ്ങും ഭാഷയൊന്നും അറിയത്തില്ലല്ലോ, എസ്റ്റോണിയൻ ഭാഷ അറിയത്തില്ലല്ലോ. ഇത് കഴിഞ്ഞ് ഞാൻ പുറകെ വരുന്ന വേളയിൽ ഈ മിഷണറി എൻ്റെ തോളയിൽ വന്ന് കൈവച്ചതിന് ശേഷം, ലോർഡ് ദിസ് ഇസ് ദ ടൈം, ഫിൽ ജോർജ് എന്ന് മാത്രം ഇത്ര കാര്യം പറഞ്ഞുള്ളൂ. ആ സമയത്ത് ഐ വാസ് ഹിറ്റ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ 72 പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് എന്നിലുണ്ടായതൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുസ്തകം 1:8 പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ചതിൻ്റെ സാക്ഷികളാകും, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കണമെന്നുള്ളതായ വലിയ താല്പര്യം എനിക്കുണ്ടായി. അപ്പോൾ സ്കൂളിൽ ഒരു ക്ലബ്ബുണ്ട്, ഇവാഞ്ചലിസം ക്ലബ്ബ്, അതിന് പയനിയേഴ്സ് ഫോർ ക്രൈസ്റ്റ് എന്നാണ്. ഇവാഞ്ചലിസം ക്ലബ്ബിൽ ഞാൻ ചേർന്നു. എന്തിനാണ് ചേർന്നതെന്നും എനിക്കറിയത്തൊന്നുമില്ല. അവിടെ കൂടെ ചേർന്നു. അപ്പോൾ അവിടുന്ന് 2 ആൾക്കാരായിട്ട് അവിടുന്ന് സ്കൂളിൽ നിന്ന് സുവിശേഷം പറയാനായിട്ട് അവിടെ ഫ്രെസ്നോയിൽ പോകും. ഞാൻ എൻ്റെ കൂടെ ഒരു വ്യക്തിയോട് അവർ ഒരുമിച്ച് ഈ ഒരു വീട്ടിൽ ചെന്ന് അവർക്ക് ചെന്ന് സുവിശേഷം പറഞ്ഞു. ഒരു സ്ത്രീ അവരുടെ വീടിൻ്റെ സ്റ്റോം ഡോർ എന്ന് പറഞ്ഞ ഒരു ഡോർ, അകത്തെ ഡോർ തുറന്നതിന് ശേഷം വെളിക്കത്തെ ഡോർ ഞാൻ തുറന്നു വെച്ച് അവിടെ നിന്ന് അവരുടെ സുവിശേഷം പറഞ്ഞു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവർ യേശുവിനെ രക്ഷാവായി സ്വീകരിച്ചു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് ഇല്ലാത്ത ഏറ്റവും വലിയ പരിശുദ്ധാത്മാഭിഷേകം രക്ഷിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഏറ്റവും വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള ടൈമായിരുന്നു. എൻ്റെ പ്രവർത്തന മുഖാന്തരം ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ ഒക്കുന്നു. ഞാൻ അന്ന് അവിടുന്ന് എവിടെല്ലാം പോകാൻ ചാൻസ് കിട്ടും അവിടെല്ലാം പോയി സുവിശേഷം പറയാനായിട്ട് ഒരു തീരുമാനമെടുത്തു. ആ സമ്മർ കാലത്ത് അവിടെ ലോസ് വേഗസ് എന്ന് പറഞ്ഞ അടുത്ത സ്റ്റേറ്റിൽ, ഇത് കാലിഫോർണിയയിലാണ്, അവിടുത്തെ ഒരു 500 മൈലോളം ഉണ്ട്. അവിടെ അത് ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്, അവിടെ ഗാംബ്ലിങ്ങും ഇതെല്ലാം ഉള്ള സ്ഥലമാണ്. അവിടെ ഒരു ചർച്ചുണ്ട്. അവിടെ പോകാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടി. അവിടെ പോകാനായിട്ട് ആൾക്കാർക്കും താല്പര്യമില്ല, കാരണം ആർക്കും ലോസ് വേഗസിൽ പോകാൻ താല്പര്യമില്ല, കാരണം ചൂട്, 2 അവിടുത്തെ ഗാംബ്ലിംഗ് സിറ്റിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കൊള്ളാം. ഞാൻ അവിടെ പോകുന്നതിന് വേണ്ടി അവിടെ ചേർന്നു. അവിടുന്ന് സ്കൂളിൽ നിന്ന് എന്നെ അയച്ചു, ബസ്സിലാണ് പോയത്. അങ്ങോട്ട് പോയത് കാറിലാണ്, തിരിച്ച് 2.5 മാസം അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ചർച്ചുകാർക്ക് ഈ സുവിശേഷീകരണമൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതെല്ലാം എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഞാനിവിടെ സുവിശേഷം പറയാനാണ് വന്നത്. അവിടെ ഞാനൊരു വീട്ടിൽ താമസിച്ച് അവരുടെ ഒരു ചടാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചടാക്ക് ബൈസിക്കിൾ ഉണ്ടായിരുന്നു. എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഈ സൈക്കിളാണ് എനിക്ക് തന്നെ. ആ സൈക്കിൾ നമ്മുടെ നാട്ടിലെ പന്ന ബൈസിക്കിളിൻ്റെ ലെവലിൽപ്പെട്ട അതിനെക്കാട്ടും കഷ്ടം പിടിച്ചൊരു ബൈസിക്കിളാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഇതാ കിട്ടിയെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് നല്ല എക്സസൈസ് ഒരു മാർഗമാണ്. 2, ഞാൻ സുവിശേഷം പറയാൻ പോകാനായിട്ട് ഈ ഇവിടുത്തെ ടെമ്പറേച്ചർ 116, 117, 120 ഒക്കെ ടെമ്പറേച്ചറുള്ള സമയമാണ് സമ്മർ കാലത്ത്. ഈ സമ്മർ കാലത്ത് ഈ സൈക്കിളിൽ കയറി ഒരു 1700 വീടുകളോളം പോയി ട്രാക്റ്റുകൾ കൊണ്ടുപോയി കൊടുത്ത് ആളുകൾക്ക് സുവിശേഷം പറഞ്ഞു. ആ സമ്മർ കാലത്ത് ഈ 2.5 മാസം കൊണ്ട് 16 17 ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണമല്ലോ, എൻ്റെ ബൈബിൾ കോളേജ് ക്യാമ്പസിൽ പോകണമല്ലോ.
ഈ ഈ പാസ്റ്റർക്ക് ഇവരാരും എവിടെ ചർച്ച വരത്തില്ല. കാരണം ഈ ചർച്ചിൽ ഈ പാസ്റ്റർക്ക് വലിയ സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ല, വലിയ വേദപരിജ്ഞാനം ഇല്ലാത്തൊരു പാസ്റ്ററാണ്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരും ഏകദേശമുള്ള ആൾക്കാരാണ്. എനിക്കെന്ത് പാസ്റ്റർ എന്നാ ചോദിച്ചില്ല, നിനക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ ഒക്കെ ചോദിച്ചില്ല. ഞാൻ അന്നൊരു പാർട്ട് ടൈം ജോലി ചെയ്ത കാരണത്താൽ എൻ്റെ കയ്യിൽ സ്വല്പം പൈസ ഉണ്ടായിരുന്നു. ആ പൈസ കൊടുത്താണ് ഞാൻ ടിക്കറ്റ് വാങ്ങിച്ച് ഞാൻ പോയത്. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ ദുഃഖമുണ്ടായി. കാരണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ, അമേരിക്കയിലൊക്കെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ കൊട്ട വെച്ച് വാരുമെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. എനിക്ക് കൊട്ടയും വരാനില്ല, വട്ടിയും വരാനില്ല, എൻ്റെ പോക്കറ്റിലിടാനുള്ളൊരു ചില്ല് പൈസ പോലും ഇല്ല. ഞാൻ മനസ്സിലാക്കി, കർത്താവിന് വേണ്ടിയാണ് ഞാൻ ശുശ്രൂഷിച്ചത്, ചർച്ചതിന് വേണ്ടിയല്ല. കർത്താവിനെ മാനിക്കുകയാണെങ്കിൽ കർത്താവ് എന്നെ മാനിക്കും. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് സ്കൂളിൽ വന്ന് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവർ തുടർന്ന് അവിടെ പഠിക്കാനുള്ളതായ സാവകാശം ഉണ്ടായി. പക്ഷേ ആ വർഷത്തിന് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തരാനൊക്കത്തുള്ളൂ. സ്പോൺസേഴ്സ് വളരെ കുറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് സ്കോളർഷിപ്പ് കുറച്ചൊക്കെ ഒത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ എനിക്ക് അമേരിക്കയിലുള്ളതായെന്ന് നിൽപ്പ് അസ്ഥാനത്താകുകയും തിരിച്ച് നാട്ടിൽ പോകണം. എൻ്റെ തിരിച്ചു പോകാനാണെങ്കിൽ തിരിച്ചുള്ള വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, ഇങ്ങോട്ട് വേറെ ആരാണ്ട് കൊടുത്താൽ വന്നത്, അങ്ങോട്ട് പോകാനുള്ള പൈസയില്ല, യാതൊന്നും ഇല്ലാത്തൊരു പരിസ്ഥിതിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും വാറ് ചെയ്തില്ല. കാരണം കർത്താവ് എന്നെ വിളിച്ചെന്നും കർത്താവ് എന്നെ അയച്ചെന്നും കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, അത് വളരെ രസകരമായ സംഗതിയാണ്. ഈ സ്കൂളിലായിരിക്കുന്ന വേളയിൽ ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ ടി വിയിൽ ഒരു TV പ്രോഗ്രാം വാച്ച് ചെയ്യുമായിരുന്നു. അതിനകത്തൊരു സ്ത്രീ, കാതറിൻ കൂമൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവരുടെ സംസാര രീതിയെല്ലാം വല്ലാതെ എൻ്റെ ഫ്രണ്ട് കാൾസിന് ഈ കാതറിൻ കൂമനെ ഇഷ്ടമല്ല. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത് തന്നെയാണ്. പക്ഷെ ഇവർ സംസാരിക്കുന്ന വേളയിൽ ഗാഡ് ഈസ് ഗോയിങ് ടു ഡു മിറക്കിൾസ് എന്നൊക്കെ പറഞ്ഞിരുന്നത്, എനിക്ക് ഈ സ്ത്രീ സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയണം. അന്ന് ഒരു അസംബ്ലീസ് കൊണ്ട് ചർച്ചിൽ, അവിടുന്ന് അസംബ്ലീസ് കൊണ്ട് ചർച്ചിൽ പോകുന്ന ആൾക്കാരുടെ ആരെങ്കിലും പോകുന്ന അവരുടെ കൂടെ കയറി അങ്ങ് പോവുകയാണ്. ചർച്ചിൽ പോയി അവിടെ ചെന്നൊരു പ്രായമുള്ള ഒരു സഹോദരിയെ പരിചയപ്പെടുന്നതിനിടയായി. ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ജോലി ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഞാൻ കാതറിൻ കൂമൻ്റെ ബസ് മിനിസ്ട്രിയുടെ ഒരു കോർഡിനേറ്ററാണ്, നിനക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം അവിടുന്ന് ലോസ് ആഞ്ചലസ് സിറ്റി കാണണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം ഞങ്ങളുടെ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ വെറും വളരെ റൂറൽ ഏരിയയാണ്, ഒരു പരിഷ്കാരമില്ലാത്തൊരു സ്ഥലത്താണ് ഈ ബൈബിൾ കോളേജ് ഉള്ളത്. അപ്പം അവർ പറഞ്ഞു, ഇന്ന സമയത്ത് ഏർലിയിൽ ഒരു മണി ആകുന്നുണ്ടെ ഞാൻ നിന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്തിട്ട് പോകാം, ഇവിടുന്ന് 2 ബസ് ഇവിടുന്ന് പോകുന്നുണ്ട്, നീ എൻ്റെ ബസ്സിൽ വന്നാൽ മതി, ബാക്കിയുള്ള ചിലവെല്ലാം ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു. അവിടെ പോയ വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാർ കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനും അറിയത്തില്ല. അവിടെ ചെന്ന് വെറും കാഷ്വലായിട്ട് ഔട്ട്ഫിറ്റ് ഇട്ടാണ് പോയത്. ഞാൻ അവിടെ ലോസ് ആഞ്ചലസ് ചെന്നായ വേളയിൽ യോഗം തുടങ്ങുന്നത് 10 മണിക്കാണ്ട് 8 മണിയായപ്പോഴും അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഒരു 2-3 ബ്ലോക്ക്, ഇവിടുത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയുന്നത് അറിയത്തില്ല, ആൾക്കാർ ഇങ്ങനെ ലൈനപ്പ് ചെയ്തിരിക്കുകയാണ് അവിടെ കയറാൻ വേണ്ടി. അവിടെ ആൾക്കാർ അവിടെ നിൽക്കുന്ന സന്ദർഭത്തിന് അവർ പാട്ട് പാടുകയും ദൈവത്തെ ആരാധിക്കുന്ന അനേക ആൾക്കാർ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അത്ഭുത രോഗശാന്തി പ്രാപിക്കുന്നത് ഞാൻ കണ്ടത്, ദൃക്സാക്ഷിയാണ് ഞാൻ കണ്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചത് എന്തായാലും ഇവിടെ വെച്ച് ഇത്രയും ഉണ്ടെങ്കിൽ അകത്തെന്ത് മാത്രമായിരിക്കും. അപ്പം ബസ്സിൽ വരുന്ന ആൾക്കാർക്ക് പ്രയോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ അകത്ത് കൊണ്ടുപോയതിന് ശേഷം ഈ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ലിബി റിച്ച്മണ്ട് എന്ന് പറഞ്ഞ ആ സ്ത്രീ അവിടെയുള്ള കോർഡിനേറ്ററൊക്കെ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള വലിയൊരു മിഷണറി ഉണ്ട്, ഇയാൾക്ക് ഇരിക്കത്തക്ക നിലയിലുള്ളൊരു സ്ഥലം കത്തണം എന്ന് പറഞ്ഞു. എനിക്ക് അവരോട് മഹാദേഷ്യമായി. കാരണം ഞാൻ മിഷണറി അല്ല, എനിക്ക് പ്രസംഗിക്കാനും അറിയത്തില്ല, എനിക്ക് ബൈബിളും വേണ്ടതുപോലെ എനിക്ക് പഠിച്ചിട്ടില്ല. എനിക്ക് അവിടെയൊക്കെ ചുറ്റുപാട് ഒന്ന് കറങ്ങി ബൂത്തെല്ലാം കണ്ട് പുസ്തകങ്ങളും ഇരിക്കുന്നതെല്ലാം കാണണം. എന്നെ അവർ കൊണ്ടുപോയി ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 100-200 പേർക്ക് ഇരിക്കത്തക്ക നിലയിലുള്ള വലിയ സ്റ്റേജാണ്. അതിന് ഒരറ്റത്ത് കൊണ്ടിരുത്തിയതിന് ശേഷം ഇവിടെ ഇരിക്കുക, എന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് തന്നെ മീറ്റിംഗ് തുടങ്ങും. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ലിബിയോട്ടുള്ളതായ ദേഷ്യം അവരെങ്ങും പോകാനൊക്കെ ഞാൻ വിട്ടിരിക്കുകയാണ്. ഈ 9:45 കൊയറിൻ്റെ പാട്ട് തുടങ്ങി. 10 മണി ആയി കഴിഞ്ഞപ്പോൾ കാതറിൻ കൂമൻ സൈഡിൽ കൂടെ വന്നായ വേളയിൽ എനിക്ക് മനസ്സിലായി, ഇത് അസാധാരണമായുള്ള സ്ഥലമാണ്. എൻ്റെ മുട്ടടിക്കാനായിട്ട് തുടങ്ങി. മുട്ടടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി എൻ്റെ കാല് താഴെ വെക്കാനൊക്കത്തില്ല. അതുപോലെ ദൈവത്തിൻ്റെ ശക്തിയാണ്, അല്ലാതെ യാതൊന്നും അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. വലിയ ഇലക്ട്രിക് ലൈൻ്റെ അടിക്ക് ഇരിക്കുന്നതായ വേളയിലുള്ളതായ ഒരു പ്രതീതിയാണ്. അവിടെ വെച്ച് കാതറിൻ കൂമൻ വന്ന്
അവിടെ വന്ന് അവർ കൈ ഒന്ന് പോക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാർ, അടുത്തുള്ള ആൾക്കാർ കെയർഫുൾ അല്ലെങ്കിൽ ദേ വിൽ ഫോൾ ഡൗൺ ഓൺ ദി ഗ്രൗണ്ട്. അനേക അത്ഭുതങ്ങളുടെ ഇതായിട്ട് കാണുവാൻ അത്ഭുതങ്ങൾ ദൃക്സാക്ഷി കാണുവാൻ തുടങ്ങിയ ക്യാൻസർ രോഗികൾ, വീൽ ചെയറിൽ വരുന്ന ആളുകൾ, കണ്ണു കാണാൻ വയ്യാത്ത ആൾക്കാർ, ചെവി കേൾക്കാൻ വയ്യാത്ത ആൾക്കാർ. ഞാനിതൊന്നും കണ്ടിട്ടില്ല. നാട്ടിൽ വെച്ച് ആൾക്കാർ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ കേട്ടിട്ടില്ല. കേട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഞാൻ ബസ്സിൽ കയറിയതിന് ശേഷം എൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, നീ എല്ലാത്തിനും ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ലേ, ഇനി ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തെറ്റിപ്പോയി. ഐ വാസ് റോങ്. ഷീ ഈസ് അനോയിന്റഡ് വുമൺ ഓഫ് ഗോഡ്. അങ്ങനെ ആ പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം കൂടെ അവരുടെ മീറ്റിങ്ങിനെ സംബന്ധിച്ചുണ്ട്. അപ്പം ഇപ്പം ദൈവം വേറെ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് പരിചയപ്പെടുത്തി, ആ വ്യക്തി എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഹെൽപ്പ് ഒരു ഭാഗമായി തീർന്നു. വെസ്റ്റ് കോസ്റ്റിലുള്ളതായ സ്കോളർഷിപ്പ് തീർന്നായ വേളയിൽ എനിക്ക് അവിടുന്ന് മാറിയെങ്കിലും ഒക്കെ ഉള്ളൂ. അപ്പം അവിടുന്ന് എനിക്ക്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം നടന്നു. ഞങ്ങളുടെ വീട്ടിൽ ഉള്ളതായ ആളുകൾ, വീട്ടിലുള്ള പേരൻസും എൻ്റെ മൂത്ത ബ്രദർ വിശേഷിച്ച് ഭയങ്കര പെന്തക്കോസ്തിന് എതിരായിരുന്നു. പുള്ളിക്കാരത്തിന് സ്വപ്നത്തിൽ ഇടപെട്ട് പുള്ളിക്കാരൻ സ്നാനപ്പെട്ട് ഒരു പെന്തക്കോസ്തുകാരി ഒരു നഴ്സിനെ വിവാഹം കഴിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ 72 അമേരിക്ക വന്നു. എൻ്റെ വീട്ടിൽ അവിടെ ചർച്ച് ഒരു വേല അവിടെ തുടങ്ങി. എൻ്റെ ഫാദറും അവിടെ ചർച്ച് ഒരു പ്രവർത്തനം, ഒരു 10-15 ഫാമിലീസ് അവിടെ ഉണ്ടായി. ഇതൊന്നും ഞാൻ നിർബന്ധിച്ചതോ ഞാൻ യാതൊരു വിധമായ ഫോഴ്സ് കൊടുത്തില്ല. അവിടെ ഒരു വേല തുടങ്ങിയത് മാത്രമല്ല, ഈ കാൾസൺ എന്നുള്ള ഫ്രണ്ട് മുഖാന്തരം അവിടെ ഒരു സഭ ഹാള് ഫുള്ളി പെയ്ഡ് ഓഫ്, അത് പണിയാൻ തക്കനിടയായി. ഒരു പാഴ്സണേജ്, ഒരു കിണർ. അപ്പം ഞാൻ മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ വിശ്വസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും ചോദിക്കാത്ത 10 സെൻറ്റ് സ്ഥലം എടുത്ത് പെന്തക്കോസ്തുകാർക്ക് എഴുതി കൊടുത്താൽ അതൊരു അവമാനമായിട്ട് വന്ന സന്ദർഭത്തിൽ ആ അപ്പച്ചനെ മാനിക്കത്തക്ക നിലയിൽ ദൈവം ഇവിടെ ഒരു ആരാധന സ്ഥലം ഉണ്ടാക്കിക്കുവാൻ അപ്പച്ചനെ തന്നെ അത് ആയുധമാക്കി ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് വലിയ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. അപ്പം ദൈവം ആർക്കും കടക്കാരനായിരിക്കത്തില്ല എന്ന് ആൾക്കാർ പറയുന്ന വേളയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് മാനുഷികമായ നിലയിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് അനുഭവിച്ചറിയുന്ന വ്യക്തിയാണ്. ഇത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അസാധാരണമായുള്ള ദൈവപ്രവർത്തനം നിങ്ങൾക്ക് നടക്കുന്നില്ല എങ്കിൽ, അസാധാരണമായുള്ള ദൈവപ്രവർത്തനം നടക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുഭവത്തിൽ ആർക്കു വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എനിക്ക് എൻ്റെ ബ്രദർ താമസിക്കുന്നതിനടുത്ത് ഡാലസിൽ മൂവ് ചെയ്യാൻ തക്കനിടയായി. അവിടുത്തെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അവിടുത്തെ മറ്റിടത്തെ ക്രെഡിറ്റ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ തിരുവല്ല മിഷണറി ആയിട്ടിരുന്ന ഒരു ഡേവിസ് എന്ന് പറഞ്ഞൊരു മിഷണറി ഉണ്ട്. അവരെന്നൊക്കെ ചോദിച്ചു, ബ്രദർ വർഗീസ് സുഖമായിരിക്കുന്നോ? ഇപ്പം മലയാളത്തിലാണ് ചോദിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, അവർ പറഞ്ഞു, ഞാൻ തിരുവല്ലായി താമസിച്ചിട്ടുള്ളതാണ്. അപ്പം പറഞ്ഞു, എനിക്ക് ഒരു സ്കോളർഷിപ്പ് വേണം, അവർക്ക് ഒരു ലെറ്റർ വേണം, അസംബ്ലീസ് കോഡിൻ്റെ മിഷണറിയുടെ ലെറ്റർ വേണം. എൻ്റെ മലയാളത്തിൽ പറയുകയാണ്. കുഞ്ഞുമ്മൻ സാർ എന്ന അവിടുത്തെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടാണ്. കുഞ്ഞുമ്മൻ സാറിന് എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കുഞ്ഞുമ്മൻ സാറിനെ അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് ഇംഗ്ലീഷ് പറഞ്ഞത്, ഐ ഡോണ്ട് നോ എനി ഓഫ് ദീസ് പീപ്പിൾ. അവർ എഴുതുകയാണെങ്കിൽ തന്നെ അത് സത്യമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് എഴുതില്ല. അപ്പം അവർ പറഞ്ഞു, ഹാഫ് ട്യൂഷൻ തരാം, സ്കോളർഷിപ്പ് തരാമെന്ന് പറഞ്ഞാൽ പോയത്. അവർ പറഞ്ഞു, സ്കോളർഷിപ്പും തരത്തില്ല, നീ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നീ പൈസ തന്നാൽ മതി. അപ്പോൾ ഒരു 10,000 ചില്ലുവാനും ഡോളർ ഒരു വർഷം കൊണ്ട് അവിടുത്തെ ഫീസ് കൊടുക്കണം. എവിടുന്നായി ഈ $8 കൊടുക്കാൻ പ്രയാസമായിട്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പം ഏകദേശം ഒരു കോഴ്സ് പകുതി മുക്കാലും ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എന്നെ ബിസിനസ് ഓഫീസിൽ വിളിപ്പിച്ചു. ബിസിനസ്മാരെ എന്നെ വിളിപ്പിച്ച് പറഞ്ഞു, ജോർജ്, ഹൗ ആർ യു ഗോയിങ് ടു പേ ദി ബിൽ? ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി പണ്ട് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പേ ചെയ്യും. അവരുടെ നീണ്ട ഒരു സംഭാഷണം കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നീ അറിയുന്നു, ജോർജ് പൈസ തന്നില്ലെങ്കിൽ അവനെ കൊണ്ട് പരീക്ഷ ഞങ്ങൾ എഴുതിപ്പിക്കത്തില്ല. അവൻ്റെ ബാക്കി കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നീ പ്രവർത്തിക്കുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നീ പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അയച്ച കറുത്ത് എന്തോ ഒരു വെട്ടിത്തരമുള്ള പ്രാർത്ഥന. ഇയാളിത് പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിനൊക്കെ അറിയത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അവിടുന്ന് ഞാൻ വളരെ ഷോക്കായിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ഡോമിലോട്ട്, എൻ്റെ മുറിയിലോട്ട് പോയ വേളയിൽ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ സംസാരിച്ചു. മറ്റുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. അപ്പം എനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ $89 മാത്രം കുടിശ്ശികയുണ്ട്.
$89 ചെക്കിങ് അക്കൗണ്ട്, അതേ ഉള്ളൂ. ചെക്കിങ്ങും സേവിങ്ങും എല്ലാം കൂടെ $89 ഉണ്ട്. അവിടെ യാതൊന്നുമില്ല. അത് 1974 കാര്യമാണ്. 1974 കാര്യം. ഇതിനും പറഞ്ഞു, ഈ പണം എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാൾ ഉണ്ട്, അയാൾക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കർത്താവേ, എനിക്ക് ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണം. കർത്താവ്, ഒരു പ്രാവശ്യം കൂടി നീ പറയണം, ഇതാണെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, $89 കൊണ്ട് എനിക്കൊന്നും സാധിക്കാനൊന്നുമില്ല. പക്ഷേ എനിക്കിത് നിൻ്റെ ആലോചനയാണെന്ന് അറിയണം. ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെ സംസാരിച്ചില്ല. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ്ലെസ് ആയിട്ടിരുന്നു. ഞാൻ ഒടുവിൽ എനിക്ക് ഉറങ്ങാൻ പോലും വയ്യാത്ത സന്ദർഭത്തിൽ ഞാൻ ലെറ്റർ എഴുതി ആ പാസ്റ്റർക്ക് ഞാൻ എഴുതി, ഇതെന്താണ്, എന്ത് കാരണമാണെന്ന് അറിയത്തില്ല, ഇത്രയും പൈസ കൊണ്ട് ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാസ്റ്ററുടെ മകന് വടക്കേ ഇന്ത്യയിൽ റായ്പൂരിൽ പാസ്റ്റർ പി എസ് സാമ്പലിൻ്റെ ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം അവിടെ പോകാനായിട്ട് പൈസ ഇല്ലാതിരിക്കുക. അതിനുവേണ്ടി എനിക്ക് ഇങ്ങോട്ട് കത്തയക്കുന്ന സന്ദർഭമാണ് ഞാൻ അങ്ങോട്ട് പൈസ അയക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് ക്രോസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല, എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനം എന്തുമാത്രം ഉണ്ടെന്ന് ഓർത്തോണം. അപ്പോൾ അങ്ങനെ അത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ സ്വസ്ഥതയായി. അപ്പോൾ എന്നെ അവിടെ ക്യാമ്പസിന് വിളിക്ക് ഒരു വീട്ടിൽ താമസിക്കാൻ കൊണ്ടുള്ളൂ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ അവരുടെ ഒരു മകന് ഒരു ഡ്രഗ് ആഡിക്റ്റ് ഉണ്ട്, അവനുമായിട്ട് കൗൺസിൽ ചെയ്യണം. അവന് ആണെങ്കിൽ നീ എൻ്റെ കൂടെ വന്ന് താമസിച്ചോളാന്ന് പറഞ്ഞ് ഒരു പ്രായമുള്ളൊരു സ്ത്രീയാണ്. ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിച്ചു. അവനുമായിട്ട് യാതൊരു ബന്ധം നടത്താൻ, അവന് പുകവലിയ, എനിക്ക് പുകയുടെ വാട പോലും ഒക്കത്തില്ല, അവൻ ആരുമായിട്ട് പരിചയപ്പെടുത്തില്ല. പക്ഷേ അതിനടുത്തുള്ള അസംബ്ലീസ് കൊണ്ട് ചർച്ചിൽ ഞാൻ പോകാൻ തന്നെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വലിയ അസംബ്ലീസ് കൊണ്ട് ചർച്ചാണ്. അപ്പോൾ എനിക്കൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് നിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഗാഡ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എവറിത്തിങ് സോ വണ്ടർഫുൾ എന്നുള്ളതാണ്. എനിക്കൊരാവശ്യം വരണമെന്ന് തോന്നത്തക്ക നിലയിലുള്ള ഒറ്റ ഒരു കാര്യം പോലും ഒരു മനുഷ്യർക്ക് പറയത്തില്ല. കള്ളമല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളമാണ് മാനുഷ്യമായ നിലയിൽ. ദൈവമായിട്ടുള്ള നിലയിൽ ഞാൻ ദൈവത്തിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് കള്ളമല്ല. കാരണം എന്നെ വഴി നടത്തുവാൻ തക്കൊണ്ട് മതിയായ ഒരു ദൈവം എന്നെ വഴി നടത്തുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എനിക്ക് ഒരു ദിവസം പറഞ്ഞു, നിൻ്റെ സാക്ഷ്യം ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സാക്ഷ്യം ഷെയർ ചെയ്യാനുള്ള WMC വിമൻസ് മിനിസ്റ്റർ കൗൺസിലിൻ്റെ അവരുടെ ഒരു സഹോദരിമാരുടെ ഇടയിൽ പറഞ്ഞത്, ഒടുവിൽ ഞാൻ ഞായറാഴ്ച മാത്രമേ പോകത്തുള്ളൂ ആരാധനയ്ക്ക്, കാരണം അല്ലാത്ത ദിവസം എനിക്ക് ക്ലാസ് ഉണ്ട്, അവരുടെ മീറ്റിംഗ് എല്ലാം പോകാനൊക്കത്തില്ല. എൻ്റെ കയ്യിൽ ഞായറാഴ്ച ദിവസം എൻ്റെ പാസ്റ്റർ ഹേസ്റ്റി പറഞ്ഞു, ബ്രദർ ജോർജ്, വി ടുക്ക് എ ലവ് ഓഫറിങ് ഫോർ യു ആൻഡ് വി സെൻഡ് ഇറ്റ് ടു ദ സ്കൂൾ. ഇപ്പം ഞാൻ സാധാരണ ലവ് ഓഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മലയാളികളുടെ ചിന്താഗതിയാണല്ലോ, വല്ലതും $10, $50, $75 അയച്ചു കൊടുത്തത് എന്ന് ഞാൻ എൻ്റെ മുൻവിധി എന്താണെന്ന് ഞാൻ ചോദിച്ചുമില്ല. അത് കൂടിയാലും കുറഞ്ഞാലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ ഫീസും എല്ലാം കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ ഒരു കുറവില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്യാമ്പസിൽ നിന്ന് ബിസിനസ് ഓഫീസിൽ നിന്ന് ക്ലിയറൻസ് കിട്ടി. എനിക്ക് പരീക്ഷ ടെസ്റ്റ് എഴുതാമെന്ന്. ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് എൻ്റെ ഡിപ്ലോമ വാങ്ങിച്ചുകൊണ്ട് ഞാൻ നടന്നു വരുന്ന വേളയിൽ ബിസിനസ് ഓഫീസിൽ നിന്ന് ഒരു എൻവലപ്പ് തന്നു, നീ ബിസിനസ് ഓഫീസിൽ ചെന്ന് കണക്ക് തീർക്കണം. ഞാൻ വിചാരിച്ചു ഇനി ഇത്രയും നാൾ കൊങ്ങായ്ക്ക് കുടിക്കാനൊക്കെ ഇപ്പോഴും നേർച്ച ചെയ്യാനായിട്ട് വരുന്നത്. അവിടെ ചെന്നായ വേളയിൽ അവരെനിക്കൊരു ലെറ്റർ എടുത്ത് ഇങ്ങോട്ട് തന്നു. ആ തുറന്നു നോക്കിയ വേളയിൽ ഞാൻ കരഞ്ഞു പോയി. എൻ്റെ ഭാരിച്ചതായ എമൗണ്ട് കംപ്ലീറ്റ് പേ ഓഫ് ചെയ്ത് മാത്രമല്ല, അതിൻ്റെ ബാക്കി മിച്ചമുള്ള $89 ഒരു ചെക്ക് എനിക്ക് എൻ്റെ കയ്യിൽ തന്നു. കാരണം ഈ അസംബ്ലീസ് കൊണ്ട് ചർച്ചിലെടുത്ത ലവ് ഓഫറിങ് കൊണ്ട് $10,000 ഉള്ളതായ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻ എക്സസ് അവിടെ $89 ഉണ്ടായിരുന്നു. അതായിരുന്നു ദൈവം എനിക്ക് നൽകി തന്നത്. അപ്പം ദൈവത്തിൻ്റെ കരുതൽ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ കരുതൽ എന്തുമാത്രം ഉള്ളതാണെന്ന് നമുക്ക് വർണ്ണിക്കാനൊക്കത്തില്ല. ദൈവത്തെ തുച്ഛീകരിക്കരുത്. എനിക്ക് ആ ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരിക്കലും ഞാൻ ദൈവത്തെ തുച്ഛീകരിക്കത്തില്ല, ലിമിറ്റ് ചെയ്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അത് മാത്രമല്ല, ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഡീൻ ഓഫ് കോളേജ് എൻ്റെ ചോദിച്ചു, ബ്രദർ ജോർജ്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു ആഫ്റ്റർവേർഡ്സ്? ഞാൻ പറഞ്ഞു, എനിക്കൊരു മാസ്റ്റർ ഡിഗ്രിക്ക് എനിക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, ഞാൻ നിനക്കൊരു ഉപദേശം തരട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പഠിച്ചതായ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, സെമിനാരി ഉണ്ട്. പറഞ്ഞു, നീ ലിബറലായിട്ടുള്ള സെമിനാരിയാണ്, നീ അവിടെ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. അവർ അഡ്മിഷൻ തരികയാണെങ്കിൽ നമുക്ക് ഫുൾ സ്കോളർഷിപ്പ് തരും. അപ്പം ഞാൻ അവിടുന്ന് ഒരു 50 മൈൽ അകലെയാണ്. ഞാൻ അവിടുന്ന് പോയി അവിടുത്തെ
ടെക്സസ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 150 വർഷം പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ സെമിനാരി തന്നെ ഏകദേശം 120 വർഷത്തോളം പഴക്കമുള്ളതാണ്. ടെക്സാസിലെ രണ്ടാമത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവരെൻ്റെയൊക്കെ പറഞ്ഞു, ജെസിക്ക മൂൺ അവിടുത്തെ, അതായത് ഡീൻ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. അയാളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ നിനക്ക് അഡ്മിഷൻ തരാം, നിനക്ക് ഫുൾ സ്കോളർഷിപ്പ് 3.5 വർഷത്തേക്കുള്ള കംപ്ലീറ്റ് സ്കോളർഷിപ്പ് ഞങ്ങൾ പേ ചെയ്യുന്നതായിരിക്കും. ഒരു കണ്ടീഷൻ, നീ ഇവിടെ വന്ന് ഞങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റരുത്, ഞങ്ങൾ നിന്നെ ചേഞ്ച് ചെയ്യത്തില്ല. നീ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിനക്ക് കിട്ടുന്ന ഡിസിപ്ലിൻ അനുസരിച്ച് നിൻ്റെ സ്ഥാപനത്തിൽ പോയി നീ മിനിസ്ട്രി ചെയ്തോണം. ഞാൻ പറഞ്ഞു എഗ്രീബിൾ. ഞാൻ അവിടെ ചെന്ന്, എനിക്ക് ചിലവുള്ളതെന്ന് പറഞ്ഞാൽ കോളേജിൽ അവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അടുത്ത അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പാർട്ട്മെൻറ്റ് താമസിക്കാവുന്നതൊക്കെയാണ്. ഒരു മാസം $45 കൊടുക്കണം. അതേസമയത്ത് വിളിക്ക് പോയി അപ്പാർട്ട്മെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ $250. അന്ന് $250 കൂടുതലാകും. ഇവിടെ $45 ഉള്ളത് കൊടുക്കാനൊക്കെ ഒന്ന് ചോദിച്ചാൽ പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ അഡ്മിഷൻ കിട്ടി അവിടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഞാനപ്പം നാട്ടിൽ നിന്ന് വന്നതിന് കഴിഞ്ഞ ശേഷം തിരിച്ച് നാട്ടിലേ പോയിട്ടില്ല. എനിക്കുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലായിരുന്നു. 1977 വേളയിൽ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഒരു മാനേജറായിട്ട് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് സാധാരണ അവിടുത്തെ ഓയിലും മറ്റും ചേഞ്ച് ചെയ്യേണ്ട വ്യക്തി അന്ന് വന്നില്ല. അത് ചേഞ്ച് ചെയ്തിട്ട് വ്യക്തി വന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ ചുമ്മാ ഇട്ടേക്കാനൊക്കത്തില്ല. അത് അടുത്ത നൈറ്റ് ഷിഫ്റ്റ് മാനേജർ ഞാനാണ്. ഞാൻ ചേഞ്ച് ചെയ്തിട്ടേക്കത്തുള്ളൂ. അപ്പം ധൃതിയുള്ളതായ ഒരു ദിവസമാണ് 1977 ഫെബ്രുവരി മാസം. അവിടെ ഞാൻ ഈ ഗ്രീസ് ലിഫ്റ്റ് ചെയ്തായ വേളയിൽ ഓർത്തോണം, ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസും മറ്റും പൊട്ടറ്റോ എല്ലാം 2 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് തീർക്കുന്ന ഉള്ള ഏകദേശം 350 ഡിഗ്രി കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളതായ ഗ്രീസാണ്. അതിൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോയി എൻ്റെ 2 കാലും മുട്ടിന് താഴെ വെച്ച് കംപ്ലീറ്റ് പൊള്ളിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നെല്ലാം കംപ്ലീറ്റ്, ഷൂസിൻ്റെ സോക്സ് ഊരി കഴിഞ്ഞ സന്ദർഭത്തിൽ അതോടൊപ്പം എൻ്റെ തൊലിയുടെ 2 കാലിൽ ഇളകിപ്പോയി. എന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 27 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. എൻ്റെ കാലെല്ലാം വളരെയധികമായിട്ടുള്ള വേദനകൾ കൂടെയും പ്രയാസം കടന്നു പോകുന്ന ലോങ് ഒരു സംഭവമാണ്. അതെല്ലാം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ ബില്ലെല്ലാം അവർ പേ ചെയ്തു. അപ്പം തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ജോലിയില്ല, എനിക്ക് വരുമാനമില്ല. എനിക്ക് 3 മാസത്തെ ആൾറെഡി എൻ്റെ അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് $135 ഡ്യൂ ആയിട്ടിരിക്കുകയാണ്. എനിക്ക് എവിക്ഷൻ നോട്ടീസ് തന്നു. അവിടുന്ന് ക്യാമ്പസ് പുറത്തു പോയെങ്കിലൊക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് സംഭവിക്കുമെന്ന് എനിക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടായിരുന്നു. എനിക്ക് ക്ലാസ്സുകളിൽ പോയ സന്ദർഭത്തിൽ എൻ്റെ കടഭാരം ഒഴിയതായ കാരണത്താൽ എനിക്ക് ലിറ്ററലി ബ്രീത്ത് ചെയ്യാൻ പോലും ഒക്കാത്തതായ സന്ദർഭം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ലോസ് വേഗസിൽ പോയി വെച്ച് ഞാൻ പരിചയപ്പെട്ടൊരു ദേവദാസനുണ്ടായിരുന്നു. അയാളൊരു ബാപ്റ്റിസ്റ്റുകാരനാണ്. അയാൾ എനിക്കൊരു കത്ത് അയച്ചു. ദൈവം അയാളൊക്കെ സംസാരിച്ച് നിനക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് $250 എനിക്ക് ആദ്യത്തെ പ്രാവശ്യം അയച്ചു തന്നു. 2ാമത്തെ മാസം $250 അയച്ചു. പിന്നീട് ഒരിക്കലും അയച്ചു തന്നിട്ടില്ല. ആ സന്ദർഭത്തിൽ ഞാൻ ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ വണ്ണം പറയേണ്ട ആൾക്കാരൊക്കെ പറഞ്ഞ് സഹായത്തിന് വേണ്ടി വഴികൾ മുഖാന്തരം ഒരുക്കി. അത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം, ഇതിനിടയ്ക്ക് ഞാൻ പറയുന്ന സമയമുണ്ടോ? ഓക്കെ. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ വിശ്വാസ ജീവിതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അനേക വിശ്വാസവീരന്മാരുടെ പുസ്തകങ്ങൾ, ഓറൽ റോബർട്ട്സ്, കെന്നത്ത് ഹേഗൻ, E.W. കെനിയൻ, കെന്നത്ത് ഹേഗൻ സീനിയറിൻ്റെ കാര്യമാണ് പറയുന്നത്, അതുപോലെയുള്ള ജോർജ് മുള്ളർ, അനേക ആൾക്കാരുടെ ജീവിതം പഠിച്ച് എൻ്റെ ജീവിതത്തിലും വിശ്വാസത്തെ സ്ട്രെങ്തൻ ചെയ്യുവാൻ, സ്പിരിച്വൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തക്കണം കർത്താവിടെയാകി ഞാൻ അവിടെ പോയതിനെക്കാട്ടി കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഞാൻ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഉണ്ടായി. അപ്പോൾ എനിക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് മാസ്റ്റർ ഡിവിനിറ്റി പ്രോഗ്രാം തുടങ്ങുന്ന, ഓറൽ റോബർട്ട്സ് നല്ല സ്ഥാപനമാണ്. അവിടുന്ന് ഏകദേശം ഒരു 300 മൈലോളം ദൂരമുണ്ട്. അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ പോയി അവിടുന്ന് ആപ്ലിക്കേഷൻ പോകുമ്പോൾ വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് അവിടുന്ന് ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു ആപ്ലിക്കേഷൻ പാക്കേജ് എനിക്ക് തന്നു. ആപ്ലിക്കേഷൻ പാക്കേജിനകത്ത് ബേസിക് ഇൻഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം നിനക്ക്
ഫണ്ട് റേസിങ് നടത്താനായിട്ട് ചർച്ചുകാർ മാത്രം ഞാൻ പറഞ്ഞു സീറോ. ഫ്രണ്ട്സിൽ നിന്ന് എന്തുമാത്രം പണം പിരിക്കാനൊക്കും? സീറോ. നിനക്ക് എങ്ങനെയാണ് നീ കൊടുക്കാനിരിക്കുന്നത്? ഫിലിപ്പീൻസ് 4:19. ഓക്കെ, ഇതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇത് ഞാൻ വിശ്വസിച്ച കാര്യമാണ്. നിനക്ക് കാറുണ്ടോ? നോട്ട് നൗ, ഐ എം പ്രേയിങ് ഫോർ വൺ. വാട്ട് മേക്ക് ആൻഡ് വാട്ട് മോഡൽ ഐ ഡോണ്ട് നോ, ഐ എം പ്രേയിങ് ആൻഡ് ബിലീവിങ് ഫോർ ഇറ്റ്. ഈ സമയത്ത് എനിക്ക് കാറില്ല. ഈ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നൊരു കാറുണ്ട്, അത് എൻ്റെ ജ്യേഷ്ഠന് ഉപയോഗിച്ചിരുന്ന കാറാണ്. അത് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് അവിടുത്തെ സെമിനാരിൽ അവിടെ ഫോട്ടോത്തിൽ തിരിച്ചു വന്ന സന്ദർഭത്തിൽ എന്നെ ഒരാൾ പറഞ്ഞ്, ഫുൾ ഗോസ്പൽ ബിസിനസ്മെൻസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവിടെ ഈ കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളുകൾ, ബിസിനസ്മെൻ, അതിന് ഒന്ന് നിന്റെ സാക്ഷ്യം പറയാനൊക്കെ ഒന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് ഒരൊറ്റ ഒരാവശ്യമുണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞൊന്നുമില്ല, ഒരിടത്തോലും ഞാൻ പറയത്തുമില്ല. എല്ലാം എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ അതിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾ എൻ്റെ പറഞ്ഞു, ഒരു അറ്റേണിയാണ്, നീ എന്നെ അയാളുടെ വീട്ടിൽ വന്നൊന്ന് കാണണം. എന്തിനാണെന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ വിചാരിച്ചതൊന്നും കേസ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യമാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. അയാൾ വീട്ടിൽ ചെന്നായ വേളയിൽ പറഞ്ഞു, ബ്രദർ ജോർജ്, Lord wanted me to tell you that I have a car that I am not using it. I want to give it to you. അപ്പോൾ എനിക്ക് അയാൾ പറഞ്ഞു, ഇതിനൊരു $250 2 ടയർ മാറിയിടണം, അതിന് വേണ്ടിയുള്ള പൈസ ഞാൻ തരാം. നീ നാളെ അയാളുടെ ഓഫീസിൽ, ബിസിനസ് ഓഫീസിൽ ചെന്നിട്ട് ഇതിൻ്റെ ടയറിൽ ചേഞ്ച് ചെയ്ത് തരാം. അവിടെ അന്നേരം വന്ന് കാറിൻ്റെ ടയറിലും നീ വാങ്ങിച്ചിട്ട് നീ വണ്ടി ഓടിച്ചുകൊണ്ട് പോരണം എന്ന് പറഞ്ഞു. ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുത്തതായ സന്ദർഭത്തിൽ എനിക്ക് കാറുണ്ട്, ഐ ഡോണ്ട് നോ യെറ്റ്, അത് സത്യമായിരുന്നു. പക്ഷെ അത് തിരിച്ച് ഫോട്ടോത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെയാണ് ദൈവം എനിക്ക് കാർ നൽകി തരുന്നത്. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കാർ തരുമെന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണെങ്കിൽ ദൈവം ആർക്ക് ചെയ്തു കൂടാത്ത എന്തുകൊണ്ട് ആണ്, എന്താണ് ചെയ്യാൻ വയ്യാത്തത്? അപ്പോൾ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന വേളയിൽ എനിക്ക് എൻ്റെ അടുത്തൊരു മലയാളി സ്നേഹിതനുണ്ട്, ഇപ്പോഴും ഞങ്ങൾ വല്ലപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഒരു ഡാനിയൽ ജോർജ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടുത്തെ മാസ്റ്റർ റിലീജിയസ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന, മാസ്റ്റർ ഡിവിനിറ്റി പഠിക്കുന്നതാണ്, പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അങ്കിള് ശുശ്രൂഷിക്കുന്ന ഒരു ചർച്ചിൽ ഡാലസ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞാൻ ഫോട്ടോത്തിലുള്ളൊരു ഇംഗ്ലീഷ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് എൻ്റെ പറഞ്ഞു, ജോർജ് കുട്ടി, എനിക്കൊരു കല്യാണാലോചന വന്ന് ഞാൻ മിക്കവാറും വരുന്ന 2 മാസത്തിനുള്ളിൽ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ഈ കല്യാണത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. ഞാൻ ദൈവസ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിച്ചൊരു സംഗതികളുള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങി വന്ന പോലെ ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങി വന്ന ഒരു പെൺകുട്ടി വേണം എനിക്ക് വിവാഹം കഴിക്കാൻ എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ടേക്ക് അറിയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ പോകുന്ന ചർച്ചിൽ എന്തോ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് എനിക്കറിയത്തില്ല, ഒരു പെൺകുട്ടിയുണ്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, ജോർജിട്ട് വന്ന് കണ്ടു നോക്ക്. ഞാൻ പറഞ്ഞു, ഒന്ന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, അട്രാക്റ്റീവ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, അവിടെ വന്ന് കല്യാണത്തിനുള്ള ആലോചനയാണ്, ഒന്ന് പോയി കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ചെന്നായ വേളയിൽ എൻ്റെ വൈഫിനെ അവിടെ വെച്ച് ഒരു വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചായ വേളയിൽ പറഞ്ഞു, എൻ്റെ പുള്ളിക്കാരത്തിയുടെ മൂത്ത സഹോദരന് യാക്കോബായിലെ ഒരു അച്ഛനാണ്. അവർ പുള്ളിക്കാരത്തി ബോംബെ പഠിച്ചിരുന്ന വേളയിൽ കാനവച്ചൻ്റെ പ്രസംഗം കേട്ട് പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ട് അവിടെ ബോംബെയിലുള്ളതായ മത്തായി എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് പുള്ളിക്കാരത്തെ സ്ഥാനപ്പെടുത്തിയത്. അപ്പം പുള്ളിക്കാരത്തി ഒരു തീരുമാനം എടുത്തേക്കാന്ന്, ഒറ്റയ്ക്ക് വിശ്വാസം വന്ന ഒരാൾ കല്യാണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു കണ്ടീഷന്, ശാന്തമ്മയുടെ പേരൻസിൻ്റെ അംഗീകാരം കൂടാതെ വേണം ഈ വിവാഹം നടക്കത്തില്ല. അതുകൊണ്ട് പേരൻസിൻ്റെ ബ്ലെസ്സിങ് വേണം. അത് ആദ്യം കത്തെഴുത്, പിന്നീട് അത് കിട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ പ്രൊസീഡ് ചെയ്യാൻ മതിയല്ലോ എന്ന് പറഞ്ഞു. ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തി എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, എൻ്റെ അപ്പച്ചിയെന്നാണ് വിളിക്കുന്നത്, മറുപടി കിട്ടി, എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, എൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷമാണ് 1977 ഒക്ടോബർ മാസം 29-ാം തീയതി ഞാനും എൻ്റെ വൈഫും തമ്മിൽ വിവാഹം കഴിച്ചത്. അപ്പം അവിടുന്ന് പുള്ളിക്കാരത്തി അങ്ങോട്ട് ജോലി കിട്ടിയതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള വെഡിങ്, വലിയ സദ്യയും ഫെസ്റ്റിവിറ്റീസും ഒന്നും ഇല്ലാതെ. ഞാനും എൻ്റെയും പ്രിൻസിപ്പിൾ, എൻ്റെ ഫാദറിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്, നമ്മുടെ വരവനുസരിച്ചുള്ളതായ ചിലവഴിക്കാവും. സിമ്പിളായിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ കടബാധ്യത വരുത്താതെ കൊണ്ടും സിമ്പിളായിട്ടുള്ള കല്യാണം, താല്പര്യമുള്ള ആൾക്കാർ വന്നാൽ മതി. വലിയ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല, ഒരു സ്നാക്സ് മാത്രമേ ഉണ്ടായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം.
ചില ആൾക്കാർ അപ്സെറ്റ് ആയവരുണ്ട്. അവിടുന്ന് സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡാലസി വന്നു. ഡാലസി മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തേക്ക് ഒരു ജോലി കിട്ടി. എനിക്ക് ഒരു ഇലക്ട്രോണിക് കമ്പനിയിൽ എൻ്റെ ഈ കെമിസ്ട്രി മാത്തമാറ്റിക്സ് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ആയ കാരണത്താണ് ഒരു എഞ്ചിനീയറിംഗ് ടെക്നീഷ്യനായിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടി. വിതിൻ നോ ടൈം ദൈവം ഞങ്ങൾക്കൊരു പുതുതായിട്ടൊരു വീട് വാങ്ങിക്കാൻ മുഖാന്തരമാക്കി. അത് ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ. അതെങ്ങനെയാണ് സംഭവിച്ചത്? 30 വർഷത്തെ 10 മാസം ലോൺ കൊടുത്താണ് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് അന്ന് ഒരു പുതിയ വീട് വാങ്ങിക്കാൻ തക്കുന്ന മുഖാന്തരം ഉണ്ടാക്കി. ഇപ്പം ഞങ്ങൾക്ക് ഒരു നീണ്ട കഥ, ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്കുണ്ട്, പറയുന്നില്ല. 80 ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ആഗ്രഹം, ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പോയി. ഏകദേശം 10 വർഷത്തേക്ക് ചിലവാനമായി ഞങ്ങളുടെ പേരൻറ്റിനെ കണ്ടിട്ട്. അതിനു മുമ്പ് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല, കത്തിൽ കൂടെയുള്ള പരിചയമല്ലാതെ നേരിട്ട് കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അവരെ കൊണ്ടുപോയി കാണിക്കണം, 2 വീട്ടുകാരെ കൊണ്ട് കാണിക്കണം. ഞങ്ങളുടെ കയ്യിൽ കുറേ പൈസ സ്വരൂപിച്ച് വെച്ചിരുന്നു. ഞങ്ങളെന്നത് ഒരു മലയാളി ചർച്ചിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പാസ്റ്റർക്ക് നാട്ടിൽ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പോകണം, താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അതിനുവേണ്ടി പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഈ വൈകിട്ട് അവിടെ ഞങ്ങളുടെ വീട്ടിലൊന്ന് പറയണം. വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഈ നാട്ടിൽ പോകുന്നതിന് വേണ്ടി ഇത്രയും പൈസ ഞങ്ങൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മൊത്തം പൈസ ഞാൻ പാസ്റ്റർ മിഷണറി ട്രിപ്പിന് പോകുന്നതിന് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരന് ഷോക്കായി പോയി. ആ ചർച്ചിൽ ഇങ്ങനെ വലിയ ഫണ്ട് അങ്ങനെ കൊടുക്കുന്ന അന്നത്തെ എമൗണ്ട് വെച്ച് $2,500 ഉണ്ട്. അത് മതി നാട്ടിൽ പോയി ഒന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ചിലവിന് വേണ്ടി അതെഴുതി കൊടുത്തു. അദ്ദേഹം മിഷണറി ട്രിപ്പിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ 1981 ഡിസംബറിലാണ് തിരിച്ചു വരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞത്, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്നതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ മിക്കവാറുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള സന്ദർഭത്തിൽ മുഴുവൻ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും നിങ്ങളാരും ചെയ്യണമെന്നല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാലും കർത്താവ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ മതിയായതാണ്. 80 മൂത്ത മോളുണ്ടായി. രണ്ടാമത് ഒരു 83 ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞിനെ കൂടെ ദൈവം തന്നു. 2 പെൺപിള്ളേരുണ്ടായി. അത് മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിള്ളേർ ഒരു 2-3 വയസ്സ് ഒക്കെ പ്രായമായി കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ഇന്നാർക്കെല്ലാം ബേബി ബ്രദറുണ്ട്, ഞങ്ങൾക്ക് ഒരു ബേബി ബ്രദറിനെ വേണം. അപ്പം കൊച്ചു പിള്ളേരൊക്കെ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു, അത് അങ്ങനെ ഒക്കുന്ന സംഗതിയല്ല, ദൈവം പ്രവർത്തനങ്ങളൊക്കത്തുള്ളൂ. ഇനി എൻ്റെ മാമി ഒരു പ്രഗ്നൻ്റ് ആയാൽ തന്നെ അത് ആണാകണമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഡാഡി, യു ആർ വൺ ഹു ഈസ് ടീച്ചിങ് അസ് അബൌട്ട് ഫെയ്ത്ത്. ഇതെല്ലാം വിശ്വസിച്ച്, അപ്പം വിശ്വാസത്തിൻ്റെ പാട്ടുകളും മാത്രമേ വീട്ടിൽ പാടത്തുള്ളൂ, വിശ്വാസത്തിൻ്റെ പാട്ടുകൾ മാത്രമേ വീട്ടിൽ കേൾക്കത്തുള്ളൂ. എപ്പോഴും ഫെയ്ത്തിൻ്റെ ഒരു റെൽമിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, കേവലം സാധാരണ ഒരു പ്രാർത്ഥിച്ചാൽ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു ബ്രദർ ഉണ്ടായി കഴിഞ്ഞാൽ ബ്രദറിൻ്റെ പേരെന്താ ഇടുന്നത്? ഞാൻ പറഞ്ഞു, ബ്രദറിൻ്റെ പേര് ജോനസൻ എന്നാണെന്ന്. ഞങ്ങളെല്ലാം കൂടെ എഗ്രി ചെയ്തൊരു പേരുണ്ടാക്കി. അവരുടെ പേര് ജാനസ് ജോഡി ജോനസൻ. പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ജോനസിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. ജോനസിനെ തരണം എന്നല്ല ഇനിയും പ്രാർത്ഥിക്കുന്നത്, ജോനസിനെ തന്നതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ ഭക്ഷണത്തിനാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും എല്ലായ്പ്പോഴും ലോർഡ് താങ്ക് യു ഫോർ ജോനസൻ എന്ന് പറഞ്ഞതിന് ശേഷം അവർ ഉറങ്ങത്തുള്ളൂ. അത് തന്നെയല്ല, അവർ കിൻഡർഗാർട്ടനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്. അവിടെ ചെന്നായ വേളയിൽ വൈഫ് പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്. Janice told us that you are pregnant. He said, I'm not pregnant. He said, you're going to have baby brother. അപ്പം എനിക്ക് മനസ്സിലായി, പിള്ളേർ കേൾക്കുന്ന സംഗതികൾ മുഖവിലേക്ക് അവരെടുക്കും, വിശ്വസിക്കുമെന്ന് പറഞ്ഞു. Anyhow, to make a long story short, she became pregnant. അവർ പിള്ളേരെ ചർച്ചിൽ ചെന്ന് എല്ലാവരും പറഞ്ഞു ബേബി ബ്രദർ ഉണ്ടാകാൻ പോകുന്നത്. അവരും സെയിം പറഞ്ഞു, കൺഗ്രാജുലേഷൻ പറഞ്ഞു. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഡോക്ടറുടെ അടുത്ത് പോയി. അയാളൊരു ബാപ്റ്റിസ്റ്റുകാരനൊരു വിശ്വാസിയാണ് ഡോക്ടർ. അയാൾ 3-4 മാസം കഴിഞ്ഞ ശേഷം ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു, ബോയ്സ് ഹാർട്ട് ബീറ്റ് ഈസ് ലോവർ ദാൻ ഗേൾസ് ഹാർട്ട് ബീറ്റ്. ദിസ് ഈസ് എ ഗേൾ. അപ്പം ഞങ്ങളുടെ വൈഫ് ഈ ബ്ലൂ ഔട്ട്ഫിറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. കാരണം പിങ്ക് ഔട്ട്ഫിറ്റ് പെൺപിള്ളേർക്കും ബ്ലൂ ഔട്ട്ഫിറ്റ് ആൺപിള്ളേർക്ക്. ഞാൻ പറഞ്ഞു, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്റ്റെപ്പും വിശ്വാസമായിരിക്കണം, അത് വിട്ട് കഴിഞ്ഞിട്ട് പരിപാടിയില്ല. അപ്പം അത് കഴിഞ്ഞ ശേഷം 7 മാസം അങ്ങോട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും എന്നെ കൂടെ അകത്ത് വിളിച്ച് സോണോഗ്രാം കാണിച്ച്
പറഞ്ഞു, ലുക്ക് അറ്റ് ദിസ് ഈസ് എ ഗേൾസ് ഓർഗൻ, ദിസ് ഈസ് എ ഗേൾസ് ഹാർട്ട് ബീറ്റ്, ദിസ് ഈസ് എ ഗേൾ. ഓക്കെ. ഇത് കഴിഞ്ഞ ശേഷം ഡോക്ടർ അങ്ങ് പോയി, നഴ്സ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നോ, ഇറ്റ്സ് നോട്ട് ഗോയിൻ ബി എ ഗേൾ, ഇറ്റ്സ് ഗോയിൻ ബി എ ബോയ്. അപ്പോൾ അവരിറങ്ങി പോകുന്ന സമയം തല കുലുക്കിയതിന് ശേഷം പറഞ്ഞു, ദേ ആർ ഗോയിങ് ത്രൂ ഡിനയൽ. അപ്പം എനിക്കറിയാം ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഏതെല്ലാം റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ടിനെ റിവേഴ്സ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും തക്കവണ്ണം കഴിവുള്ള ദൈവമാണ്. ഏകദേശം കുഞ്ഞുണ്ടാകുന്നതായ സന്ദർഭത്തിൽ ഞാൻ വെയിറ്റിംഗ് റൂമിൽ നിന്നായ സന്ദർഭത്തിൽ ഡോക്ടർ വന്ന് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, യു ഹാവ് എ സൺ എന്ന് പറഞ്ഞു. 9 പൗണ്ട് തൂക്കമുള്ളതായ ഒരു കുഞ്ഞുണ്ടായി. ഇത് എപ്പോഴാണ് ഇത് മാറ്റം വന്നതെന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയുന്നേയില്ല. ദൈവം പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്ത് വിശ്വാസത്താൽ പ്രവർത്തിച്ച് വിശ്വാസത്താൽ ദൈവം ചെയ്യുവാൻ കൊണ്ടേയായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നാൾ ചർച്ചിൻ്റെതായ ഒരു ശുശ്രൂഷ, ഞാൻ ചർച്ചിൻ്റെ ശുശ്രൂഷ ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു ടീച്ചറാകണമെന്നാണ് താല്പര്യം. അത് ചർച്ചിൻ്റെ മിനിസ്ട്രി അത്ര വലിയ സക്സസ്ഫുൾ ആയിട്ടില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഹോസ്പിറ്റൽ ചാപ്ലൻസി പ്രോഗ്രാമിന് പോയി. ഞാൻ എവിടെ ആയിരുന്നാലും കർത്താവ് എന്നെ ഉപയോഗിക്കണം എന്നുള്ളതായ പ്രാർത്ഥന ഉണ്ടായിരുന്നു. 1.5 വർഷക്കാലം ഞാൻ ഹോസ്പിറ്റൽ ചാപ്ലൻസി, അവിടെ പാർട്ട്ലൻഡ് ഹോസ്പിറ്റൽ, അതുപോലെ VA ഹോസ്പിറ്റൽ, ഫെഡറൽ ഗവൺമെൻറ് ഒരു ഇതാണ്. അവിടെയൊക്കെ പോകുന്ന അവിടെ സ്ട്രിക്റ്റ് നിയമങ്ങളുണ്ട്. ആരുടെ സുവിശേഷം പറയാൻ പാടില്ല, ആരെയും മതം മാറ്റാൻ പാടില്ല. അവരിങ്ങോട്ട് ചോദിക്കാമെങ്കിൽ, പേഷ്യൻസ് നിന്നോട് ചോദിക്കാമെങ്കിൽ നിനക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ ഡയറക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് എന്നോട് ചോദിപ്പിക്കും എൻ്റെ വിശ്വാസം. അങ്ങനെ പിന്നെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പം അനേക ആളുകളെ കർത്താവിലേക്ക് നയിക്കുവാൻ രണ്ട് ഹോസ്പിറ്റലും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ചാപ്ലൻസ് ചോദിക്കാറുണ്ട്, നീ എങ്ങനെ ഇത് സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇഫ് ഗോഡ് ഈസ് വിത്ത് യു, ഇഫ് യു നോ യു ആർ എ മിനിസ്റ്റർ, ഇഫ് യു നോ ദറ്റ് യു ആർ എ മാൻ ഓഫ് ഗാഡ്, ദെൻ ഗാഡ് വിൽ വർക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അനേക അത്ഭുത രോഗശാന്തി നടക്കുന്നത്. ഈ ചില ആൾക്കാരുടെ കാല് വെട്ടിമുറിക്കാനായിട്ട് ഈ ഡയബറ്റിക്കിൻ്റെ ഇത് വന്നു കഴിഞ്ഞ് കാല് മുറിക്കാൻ പോവുകയാണെന്നായ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാളെ രാവിലെ നീ ഡോക്ടറെ അടുക്ക പോയിട്ട് പറയണം, സർജറി ചെയ്യുന്നതിന് മുമ്പ് നിന്റെ കാല് അഴിച്ച് നോക്കാൻ പറഞ്ഞു. ഒരു 25-26 ഇയേഴ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കസിനോടെ അവിടെ ഇരിക്കുകയാണ്. അവിടെ ചെന്ന് അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത ദിവസം എനിക്ക് അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് അവിടെ ചെന്നായ വേളയിൽ പറഞ്ഞു, യു നോ വാട്ട് ഹാപ്പൻ ചാപ്ലിൻ, ഡോക്ടർ കെയിം ആൻഡ് ടോൾഡ് us that എനിക്ക് സർജറിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ആ കാല് അവന് 3-ാമത്തെ ദിവസം അവനത് ഡിസ്ചാർജ് ചെയ്തു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന കാണുവാൻ ഇടയാകണ്ട്. 4th സ്റ്റേജ് ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയി അവർക്ക് സുവിശേഷം പറഞ്ഞ്, അതൊരു ഞാൻ അഗാപ്പെ ചർച്ചിലായിരുന്ന സന്ദർഭത്തിലാണ്. അവിടെ ഒരു ബ്രദറുണ്ട്, സുവിശേഷത്തിന് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. അവിടെ ഒരു കടയിൽ ജോലി ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അയാൾ ക്യാൻസറിൻ്റെ സ്റ്റേജിൽ കിടക്കുക. ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് മാരഡ്, ഞാനവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പോയിൻമെൻ്റ് വെക്കാൻ പറഞ്ഞു. അയാൾ വീട്ടിൽ ചെന്നായ സന്ദർഭത്തിൽ അവിടെ ഇയാൾ ഈ MD ആൻഡേഴ്സൺ ക്യാൻസർ സെൻ്റർ എന്ന് പറഞ്ഞാൽ ഹ്യൂസ്റ്റണിലുള്ളതായ, ഇവിടുന്ന് ഒരു 100-300 മൈൽ അകലെ ഉള്ളതായ ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ്, ക്യാൻസറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്പെഷ്യാലിറ്റി ഒരു ഹോസ്പിറ്റലാണ്. അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഹിപ്പിൻ്റെ ബോൺസ് ഒക്കെ മുറിച്ച് അവിടെ സ്ക്രൂ ഇട്ടേക്കാണ്. അവിടെ ഏകദേശം ഒരു 50-60 പൗണ്ടിൽ കൂടുതൽ അയാൾ, കാരണം ഏത് സമയത്തും അയാൾ മരിച്ചു പോകുന്നുള്ള നിലയിലാണ് ഇരിക്കുന്നത്. അയാളുടെ വൈഫും അതുപോലെ പ്രയാസമായിരിക്കുകയാണ്. 2 ചെറുപ്പക്കാരൻ ടീനേജേഴ്സ് പോലും ആയിട്ടില്ല ഉള്ള 2 കുഞ്ഞുങ്ങളുണ്ട്. അവിടെ വീട്ടിൽ ഇരുന്ന് ഞാൻ അവൻ്റെ ചോദിച്ചു, ഞാൻ അവൻ്റെ പേര് പറഞ്ഞതിന് ശേഷം, അവൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതാണ്, പക്ഷെ അല്ലാത്ത ഇടത്തുമൊക്കെ പോയി എല്ലാം പ്രാർത്ഥിപ്പിക്കുന്ന മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും, പക്ഷേ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മറുപടി പറയത്തില്ല. ഞാൻ 5-10 മിനിറ്റ് കൂടെ അവൻ്റെ ചോദിച്ചവൻ മറുപടി പറയത്തില്ല. ഞാൻ അങ്ങ് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, നീ ഇതിന് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ ഇത് വിശ്വസിക്കുന്നില്ല, പിന്നെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടത്തുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. പറഞ്ഞു, നിശ്ചയമാണോ? അതേ, വിശ്വസിക്കുന്നുണ്ട്. അവിടെ നിന്ന സന്ദർഭത്തിൽ അവൻ്റെ ഒരു സുവിശേഷം 5-10 മിനിറ്റ് പറഞ്ഞതിന് ശേഷം അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, നിന്നെ കർത്താവ് പരിപൂർണമായ സൗഖ്യം തരും, കംപ്ലീറ്റ് ഡെലിവറൻസ് തരും. പക്ഷേ ഡോക്ടർമാർ പറയുന്നതിന് മുമ്പ് നീ മരുന്നൊന്നും സ്റ്റോപ്പ് ചെയ്യരുത്.
കാരണം എനിക്ക് നിൻ്റെ അടുത്ത് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയാനുള്ള അധികാരമില്ല, ലീഗലായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഹ്യൂസ്റ്റൺ MD ആൻഡേഴ്സൺ ഹോസ്പിറ്റലിലെ ഡോക്ടർ നിൻ്റെ അടുത്ത് പറയട്ടെ നിന്നെ സൗഖ്യമാക്കുമെന്ന്, നീ സൗഖ്യമായെന്ന്. അങ്ങനെ 3 മാസം അടുപ്പിച്ച് അവിടെ പോയി. 3-ാമത്തെ മാസം കഴിഞ്ഞതിന് ശേഷം അവന് ഡോക്ടർ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരിക വേണ്ട, നീ കംപ്ലീറ്റ് ഹീൽ, ക്യാൻസറിൻ്റെ യാതൊരു ട്രേസ് പോലും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അയാൾ ചർച്ചിൽ വന്ന് അയാളുടെ മക്കളുടെ സുവിശേഷം പറഞ്ഞു. അവർ രണ്ടുപേരും നേരത്തെ എങ്ങാണ്ട് പോയി സ്നാനപ്പെട്ടതാണ്, അവിടെ പിള്ളേരെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ആയി. പക്ഷേ അവനൊക്കെ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ വചനത്തെ നിലനിൽക്കണം, ദൈവത്തിൻ്റെ വചനം തുറന്ന് പഠിക്കണം, ഇല്ല എങ്കിൽ പിശാച് നിന്നെ വീണ്ടും ഈ കുഴിയിലേക്ക് കൊണ്ടുപോകും. അവൻ വിചാരിച്ച് കത്തോലിക്ക തന്നെ തിരിച്ചു പോയാൽ മതി. ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെയും ഞാൻ വാണിംഗ് പറഞ്ഞു, നീ പോയി വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിശാച് നിന്നെ വീണ്ടും മുക്കും, അതുകൊണ്ട് സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2-2.5 വർഷം കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും ക്യാൻസർ വന്ന് അവനെ നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞത്, ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയാത്തതല്ല, ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വേണ്ടതുപോലെ ഏറ്റുവാങ്ങാത്തതും ആ വിശ്വാസത്തിൽ നിലനിൽക്കാത്തതും നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നതാണ്. ഒരു സംഭവം കൂടെ പറഞ്ഞതിന് ശേഷം 2 സംഭവം കൂടെ പറയാനുള്ള സമയമുണ്ടെങ്കിൽ, ഇതിനിടയ്ക്ക് ഞാൻ ഫിലിപ്പീൻസിലുള്ള അഗാപ്പെ ചർച്ച് എന്ന് പറഞ്ഞ 2013 മുതൽ ഈ ചർച്ചിൻ്റെ ഒരു ഭാഗമാണ്. അവിടുത്തെ ടീച്ചിങ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ പാസ്റ്ററായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴ് അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ 2014 സന്ദർഭത്തിൽ എൻ്റെ ഒരു സ്നേഹിതന് ഫിലിപ്പീൻസ് മിഷണറി ട്രിപ്പിന് പോകുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പാസ്റ്റർ ഫ്രണ്ടുണ്ട്. അയാൾ എൻ്റെ പറഞ്ഞു, ബ്രദറെ വൈ ഡു യു കം വിത്ത് മീ അറ്റ്ലീസ്റ്റ് വൺസ്. ഞാൻ പറഞ്ഞു, ഫിലിപ്പീൻസ് പോകുന്നത് നിങ്ങളുടെ ഇതാണ്, എനിക്ക് ദൈവത്തിൻ്റെ ആ ഒരു വിളിയില്ല, ഒരു ദർശനമില്ല എങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അയാൾ പിന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടുകൊണ്ട് അയാൾ പിന്നെ നിർബന്ധിക്കുക. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. 2014 അവിടെ പോകാൻ തക്കണ്ടായി. അവിടെ ചെന്നിട്ട് ആ സമയത്ത് ഏകദേശം 400 പേരോളം അന്ന് രക്ഷയിലേക്ക് വരുന്നുണ്ട്. അവിടെ സ്കൂളുകളിൽ, പ്രിസൺസിൽ, മെഡിക്കൽ ക്യാമ്പിൽ, ഹോസ്പിറ്റലുകളിൽ, ഹോസ്പിറ്റലല്ല, മിലിറ്ററി ക്യാമ്പിൽ, അങ്ങനെ പോലീസ് അക്കാഡമി, അതുകൊണ്ട് അനേക സ്ഥലത്ത് പോകാനുള്ളതായ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും മറ്റും എന്ന് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ തക്കണം വളരെ റിസപ്റ്റീവായിട്ടുള്ള മിഷൻ ഫീൽഡാണ് ഫിലിപ്പീൻസ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കോവിഡിൻ്റെ സമയം ഒഴികെ ഇപ്പോൾ 9ാമത്തെ വർഷം, ഈ വർഷം ഞാൻ പോയത്, ഈ 9 വർഷങ്ങൾക്കുള്ളിൽ മൊത്തമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 പേരെങ്കിലും കർത്താവിലേക്ക് കടന്നു വരുവാൻ തന്നെ ആയിട്ടുണ്ട്. അത് എൻ്റെ മിടുക്കൊണ്ടോ എൻ്റെ പ്രസംഗചാതുര്യം ഇതൊന്നുമല്ല, ദൈവത്തിൻ്റെ കഴിവ് ഒന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളെ ഏത് നിലയിലാണ് ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല. ഇതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ഫാദർ മദറും ഇവിടെ അമേരിക്കയിൽ 2-3 പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നു. ഒരു പ്രാവശ്യം ഇവിടെ വന്നായ സന്ദർഭത്തിൽ അപ്പച്ചനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ശേഷം അപ്പച്ചൻ തന്നെ ഒരു ദർശനം കണ്ടു. അപ്പച്ചന് അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നായ വളരെ ഡോക്ടർ പറഞ്ഞു ഇവിടെ ട്രിപ്പിൾ ബൈപ്പാസ് സർജറി. അപ്പച്ചൻ പറഞ്ഞു, ഒരു സർജറി നടത്തേണ്ട കാര്യമില്ല, ഞാൻ ചാകുകയാണെന്ന്, ഞാൻ നേരത്തെ പോകാൻ താല്പര്യമാണ്, കർത്താവിൻ്റെ സന്നിധിയിലാണ് പോകുന്നത്. അപ്പം മിലിറ്ററിക്കാരനാണ്. അപ്പച്ചൻ പറയുന്നത് യെസ് ആൻഡ് നോ എന്നുള്ള 2 മറുപടി, അല്ലാതെ മേ ബി എന്ന് പറഞ്ഞൊരു മറുപടി അപ്പച്ചൻ്റെ പറ്റത്തില്ല. അപ്പം ഡോക്ടറുമായിട്ട് ഞങ്ങൾ കുസ്തിയിട്ട് വന്നു. ഡോക്ടറോട് പറഞ്ഞു, അപ്പച്ചൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്നർത്ഥം. ഒടുവിൽ അവിടുന്ന് അപ്പച്ചനെ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ നിന്ന് നീ മരിക്കേണ്ട സമയമായാലും നീ തിരിച്ചു പോയെങ്കിലും ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് ആ സമയത്ത് തന്നെ വീടുന്ന അപ്പച്ചനെ ICUവിൽ നിന്ന് റെഗുലർ വാർഡിലേക്ക് മാറ്റി. 3-4 മാസം കഴിഞ്ഞ ശേഷം അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ നാട് ഇളമ്പള്ളിലാണ്, അവിടെ പോയാണ് എൻ്റെ സഭയും എല്ലാം അവിടെയാണ്, അവിടെ പോയാണ് എനിക്ക് മരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ്റെ മക്കളല്ല ഇവിടെയാണ്, ഇവിടെ കിടന്ന് ഞങ്ങളുടെ കൂടെ അല്ല, എൻ്റെ സ്ഥലം അവിടെയാണ്, അവിടെ കിടന്ന് മരിക്കണം. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ കൊണ്ടുപോകാൻ നോക്കുമോ, ഇല്ലെങ്കിൽ ഞാൻ വേറെ ക്രമീകരണം ചെയ്തോളാം. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. അപ്പച്ചനെ അമ്മച്ചയും കൊണ്ട് ഞാൻ തിരിച്ചു പോകാം. അന്ന് എൻ്റെ സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും കൂടെ ഉണ്ട്. എൻ്റെ മൂത്ത സഹോദരി കൊല്ലത്ത് അവിടുത്തെ ഒരു ഹൈസ്കൂളിലെ ടീച്ചറാണ്. കൊല്ലത്ത് അവരെ എൻ്റെ സഹോദരിയെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വൈഫിന് ഇവിടെ എറണാകുളത്തിനടുത്ത് ആരക്കൊന്നെന്ന് പറഞ്ഞ് മുളന്തുരുത്തിക്ക് അടുത്തുള്ള സ്ഥലമാണ്, ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെന്നാൽ ഇവിടെ എൻ്റെ സഹോദരിയുടെ ഫോൺ കോൾ കിട്ടി, അപ്പച്ചൻ ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് എനിക്ക് വളരെ പ്രയാസമുണ്ടായി. കാരണം ഞാൻ വിചാരിച്ച അപ്പച്ചൻ അമേരിക്ക വെച്ച് മരിച്ചാൽ ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം അവിടെ ഉണ്ട്, ഇപ്പോൾ എല്ലാവരും ഇവിടെ വരണമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ വരിക എന്ന് പറഞ്ഞു കാറിൽ
ഞാൻ പോയി. ഏകദേശം കൊല്ലത്ത് ചിന്നക്കട ജംഗ്ഷൻ അടുത്ത് വരുന്നതിന് വരെയും ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഡ്രൈവറുകൾ ഒന്നും പറയുന്നില്ല, ഉള്ളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ വന്നായ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു പ്രകാശനം തന്നു. എന്നോട് സംസാരിച്ചില്ല, ഒരു പ്രകാശനം തന്നു. എനിക്കെന്ന് മനസ്സിലായി അപ്പച്ചൻ ഇസ് ഗോയിൻ ടു ബി ഓക്കെ. ഞാൻ അവിടെ ആദ്യം ചെല്ലുന്നത് കൊല്ലത്ത് നായേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഞാൻ അവിടെ ചെന്നായ വേളയിൽ അവിടുത്തെ ഒരു ഡോക്ടർ MD ആണ്. അയാൾ ഒരു ഹിന്ദുവാണ്. അയാളുടെ കൂടെ 2 നഴ്സസ് അവിടെ ഉണ്ട്. അവിടെ ഡോക്ടർ, എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എൻ്റെ ബ്രദർ ഒരു മിനിസ്റ്ററാണ്. എൻ്റെ അടുക്ക് വന്നപ്പോൾ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ ഫാദർ എന്നുള്ള ഒരു അച്ഛന്മാർ മാത്രമേ ആകരുതുള്ളൂ. എനിക്ക് പറഞ്ഞു, ഫാദർ പ്ലീസ് ഇൻഫോം ഓൾ യുവർ റിലേറ്റീവ്സ് ദാറ്റ് യുവർ ഫാദർ ഇസ് ഗോയിങ് ടു ഡൈ. അപ്പം ഇയാളുടെ ഈ അഹങ്കാരം പിടിച്ച് ഈ വർത്തമാനം കേട്ട് എനിക്ക് അത്ര രസവും തോന്നിയില്ല. ഞാൻ ഒരു സെക്കൻഡോളം ഞാൻ മിണ്ടാതിരുന്ന്, ഒരു മിനിറ്റോളം ഞാൻ മിണ്ടാതിരുന്ന ശേഷം ഞാൻ ചോദിച്ചു, ഡോക്ടർ, ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ്? അയാൾ പറഞ്ഞു, ഐ ആം എ സയൻറ്റിസ്റ്റ്, ഐ ആം എ ഡോക്ടർ, ദോസ് തിങ് കുഡ് ഹാപ്പൻ. ഞാനൊരു സയൻറ്റിസ്റ്റാണ്, ഒരു ഡോക്ടറാണ്, അങ്ങനെയുള്ള സംഗതികൾ നടന്നേക്കാം, പക്ഷേ നിൻ്റെ അപ്പൻ ചാകാൻ പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൈ ഫാദർ ഈസ് നോട്ട് ഗോയിങ് ടു ഡൈ. അയാൾക്ക് എന്തോ ഒരു ദേഷ്യമാണെന്നറിയാമോ, ഡോക്ടർമാരെ ചലഞ്ച് ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല. അയാൾ കാല് താഴെ ചെന്നൊരു കുത്തിയതിന് ശേഷം ഏതോ അസഭ്യം പുലമ്പിക്കൊണ്ട് നഴ്സുമാർ അവരെയും കൂടെ അവിടുന്ന് വാക്ക് ഓഫ് ചെയ്തു. ഞാൻ നേരിട്ട് അപ്പച്ചൻ്റെ മുറി ചെന്നിട്ട് അപ്പച്ചൻ്റെ തലേ കൈവച്ച് പറഞ്ഞതിന് ശേഷം, അപ്പച്ച, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, യു ഗോയിങ് ബി ഡിസ്ചാർജ് ഫ്രം ദിസ് ഹോസ്പിറ്റൽ. അപ്പച്ചൻ്റെ അടുക്കൽ പറഞ്ഞ്, അമ്മച്ചിയുടെ അടുക്ക് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അപ്പച്ചൻ തലേ കൈവച്ച് ഒരു ഷോർട്ട് പ്രെയർ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചെന്ന് ഇന്ന് തന്നെ മാമയുടെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് ആരോഗ്യത്ത് പോകാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. ഈ കാണിക്കുന്ന വട്ടാണോ എന്ന് എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായിട്ട്, എന്തോ പെരിയാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് അപ്പച്ചൻ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന സന്ദർഭത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷമാണോ ഞാൻ ഈ പോകുന്നതെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം എൻ്റെ സിസ്റ്റർ പറഞ്ഞു, അപ്പച്ചനെ അവിടുന്ന് റെഗുലർ വാർഡിലോട്ട് മാറി. അടുത്ത ദിവസം തന്നെ പുള്ളിക്കാരനെ ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം 12 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പച്ചൻ മരിക്കുന്നത്. 12 വർഷം. ഞാൻ പറഞ്ഞത്, ഈ ഹൂസ് റിപ്പോർട്ട് വിൽ യു ബിലീവ് എന്ന് യെശയ്യാ 53 പറയുന്നുണ്ട്. ഡോക്ടർമാർ പറയുന്ന ആ റിപ്പോർട്ട് അത് തെറ്റാണെന്നല്ല പറയുന്നത്, എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെതായ ഒരു റിപ്പോർട്ടുണ്ട്. മാനുഷികമായ നിലയിൽ അസാധ്യമാണ് എന്ന് പറയുന്നതായ കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ അസാധാരണമായിട്ട് ധാരാളം കാര്യങ്ങൾ ഇനി പറയാനുണ്ട്, ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം പറയാൻ സമയമില്ല. ഇന്ന് എന്നെ കേൾക്കുന്നതായ ഏതെങ്കിലും വ്യക്തികൾ, ഞാൻ സാധാരണ ഏത് ഇതിലും ചോദിക്കുന്നതാണ്, നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അസാധാരണമായുള്ള ദൈവപ്രവൃത്തി ചെയ്യുന്നതായ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ രാജാവായി വരണമേ, ഇന്നു മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ അസാധാരണമായുള്ള ഒരു പ്രശ്നങ്ങൾ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് അസാധാരണമായുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർക്ക് ചോദിക്കാൻ ചോദിക്കാം. പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഒരു സ്റ്റാമ്പ് കളക്ഷൻ്റെ ഹോബിയിൽ സ്റ്റാർട്ട് ചെയ്തത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയായിട്ട് പരിണമിച്ചു. പിന്നെ ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ നടത്തിപ്പൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ അനുഭവിക്കാനൊക്കെ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരുന്നു. ഒത്തിരി ജീവിതാനുഭവങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ടെന്ന് അറിയാം. കാരണം ഇത്രയും വർഷമല്ലേ, 50-ലധികം വർഷങ്ങൾ ആ ഒരു മിഷണറി ജേർണി, ആ ഒരു ശുശ്രൂഷാ ജീവിതം, അതിലൊക്കെ ഒത്തിരി അനുഭവങ്ങൾ. കർത്താവിനെ സേവിക്കുന്നവർക്ക്, കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്നവർക്ക് എല്ലാ ദിവസവും മിറക്കിൾസാണ്. എവറി ഡേ വി സീ മിറക്കിൾസ്. അല്ലാതെ അതെല്ലാം കൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത് എത്ര വലിയവനാ ദൈവം, എത്ര വിശ്വസ്തനാണ് ദൈവം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലരുടെ ജീവിതത്തിലും വിടുതൽ, അനുഗ്രഹങ്ങൾ, മുന്നോട്ടുള്ള വഴികൾ തുറക്കാനൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. പ്രിയ പാസ്റ്ററിന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി എല്ലാം പ്രവർത്തിക്കും, സാധ്യങ്ങളെ സാധ്യമാക്കും. വിശ്വാസത്തോടുകൂടെ, ഫെയ്ത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിലെ ഒരു മോൻ ഇങ്ങനെ രോഗിയായിട്ടൊക്കെ ഇരിക്കുമ്പോഴേ, അവൻ്റെ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് പെട്ടെന്ന് തന്നൊരു വചനം ഹീബ്രു ചാപ്റ്റർ 11:2 ആണ്. എബ്രായർ 11:2. ആ വാക്യത്തിൽ നിന്ന് സത്യത്തിൽ ആ വാക്യം ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പിന്നെ
എന്നാൽ ആ വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ആ വാക്യം ദൈവാത്മാവ് എനിക്ക് തന്നപ്പോൾ പൂർവികന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് വിശ്വാസമാണ് ആധാരമായി തീർന്നത്. മലയാളത്തിൽ അതിനെ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസത്താൽ ചുവടുകൾ വെക്കുമ്പോൾ, വിശ്വാസത്താൽ നമ്മൾ ചിലത് ചെയ്യുമ്പോൾ അത് വലിയ ഇമ്പാക്റ്റാണ് അതിന് ഉള്ളത്. വിശ്വാസത്തോടുകൂടി എടുക്കുന്ന ചുവടുകൾക്ക് വലിയ ഇമ്പാക്റ്റാണുള്ളത്. പാസ്റ്റർ ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഒരു $89 ഉള്ളത് അയച്ചു കൊടുക്കാൻ ദൈവം പറഞ്ഞു. നമ്മൾ വിശ്വാസത്തോടു കൂടി അത് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ദൈവപ്രവൃത്തിയാണ്. കാരണം അതേ ദൈവദാസൻ കത്തിങ്ങോട്ട് അയച്ചു, എന്നാൽ അത് നമ്മുടെ കിട്ടുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കൊണ്ട് ആ തുക അവിടെ എത്തിക്കുമ്പോൾ രണ്ട് സൈഡിലും ദൈവത്തിന് മഹത്വം കരയറ്റാൻ ഇടയായിത്തീരുക. അതുകൊണ്ട് നമുക്ക് നഷ്ടമുണ്ടാകുന്നുണ്ടോ? ഇല്ല. അതിനപ്പുറമായിട്ട് ദൈവം നമ്മളെ നടത്താനും നമ്മുടെ ആവശ്യങ്ങൾ നൽകി നടത്താനും ഒക്കെ വിശ്വസ്തനാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു ദൈവദാസൻ പറഞ്ഞതാണ്, അദ്ദേഹം ഇതുപോലൊരു ക്രൈസിസിലൂടെ കടന്നുപോയപ്പോൾ, കഴിഞ്ഞ ആഴ്ച നമുക്ക് എൻ്റെ കഥയിൽ വന്ന ദൈവദാസൻ, അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു തൻ്റെ കയ്യിലുള്ളതൊരു ദൈവദാസന് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഒരു വഴി തുറക്കാനിടയായിത്തീരുക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഇതാ, കൊടുത്താൽ എങ്ങനെയാണ്. പക്ഷെ ദൈവത്തെ ഒബേ ചെയ്ത് കഴിഞ്ഞാൽ, ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ട് കാണാൻ പോകുന്ന അത്ഭുതങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ ആകാത്തതാണ്. അതിനൊക്കെ അപ്പുറമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കുറേ ജീവിതാനുഭവങ്ങൾ കേട്ടു. പാസ്റ്റർക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഒരു കാര്യം കൂടി യു ക്യാൻ ആഡ്. ഇത്രയും നാളായിട്ട് മിഷൻ ട്രിപ്പിനാണെങ്കിലും അല്ലാത്ത ട്രിപ്പിനാണെങ്കിലും പോലും ഒരൊറ്റ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയോ ഒരു പൈസ പോലും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുകയാണോ, എല്ലാ കാര്യങ്ങൾക്കും ദൈവം അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ വലിയ ഭാഗമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അംബാസഡേഴ്സ് ആണെങ്കിൽ അംബാസഡേഴ്സിൻ്റെ ചെലവുകൾ വഹിക്കേണ്ടത് ആ അയക്കുന്ന രാജാവിൻ്റെ അല്ലെങ്കിൽ ആ മന്ത്രിയുടെയാണ്. നമ്മുടെ കർത്താവ് മഹാരാജാവാണ്. തൻ്റെ അംബാസഡേഴ്സ് ആണെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മീറ്റ് ചെയ്യുവാനൊക്കെ അവൻ മതിയായതാണ്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ. പരിശുദ്ധ പിതാവേ, ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ ശ്രേഷ്ഠദാസനായ കർത്താവെ പാസ്റ്റർ ഫിന്നി യോഹന്നാനോടൊപ്പം ഈ അഗാപ്പെ മീഡിയ ടീമിനോടൊപ്പം കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കണം ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. അടിയുടെ ജീവിതത്തിൽ കൂടെ അർഹിക്കാത്ത നിലയിൽ ദൈവം എനിക്ക് വേണ്ടി വാതിലുകളെ തുറന്നിട്ടുള്ള ദൈവമാണ്. ഇന്ന് ആരൊക്കെയാണിത് കേൾക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഏതെല്ലാം ആവശ്യത്തിലൂടെ കടന്നു പോകുന്ന ആണ് നിങ്ങൾ അറിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായുള്ള ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്തിൻ്റെ ബന്ധങ്ങളിൽ വിശേഷിച്ച് ആ സമർപ്പണയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റ് ഹീലിംഗ് ഉണ്ടാകുമാറാകട്ടെ, കംപ്ലീറ്റ് ഡെലിവറൻസ് ഉണ്ടാകുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡോക്ടർമാരുടെ ഡോക്ടറായ കർത്താവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തി മുഖാന്തരം അവന് കംപ്ലീറ്റ് ഹീലിംഗ്, കംപ്ലീറ്റ് ഹോൾനെസ് ഉണ്ടായി, വിടുതലുണ്ടായി, എഴുന്നേറ്റ് അവിടുന്ന് പുറത്തു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ളതായ അസാധാരണമായുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രവർത്തനം വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും യേശു രക്ഷിതാവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ അവർ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമക്കളായിത്തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എങ്ങനെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്മീതെ അനുഗ്രഹം ഉണ്ടായിരിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മീഡിയ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് മുഖാന്തരം അനേകരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം പ്രാപിക്കുവാൻ കർത്താവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം പിതാവേ. താങ്ക് യു പാസ്റ്റർ. ഇത്ര സമയങ്ങൾ ഞങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിലെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത് ഞങ്ങൾ നന്ദി പറയുകയും ധാരാളമായിട്ട് സഹായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോടും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.